ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആത്മീയ പോരാട്ടം എന്ന വിഷയത്തെ സംബന്ധിച്ചുള്ള നമ്മുടെ 6ാമത്തെ ക്ലാസ്സിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണല്ലോ. കഴിഞ്ഞ 5 ക്ലാസ്സുകളിലായി ശത്രുവിനെ തിരിച്ചറിയുക, ആരാണ് നമ്മുടെ ശത്രു, എങ്ങനെയാണ് ശത്രുവിൻ്റെ പ്രവർത്തനങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നാം ചിന്തിക്കുകയായിരുന്നു. അവസാനമായി ശത്രുവിൻ്റെ തന്ത്രങ്ങളെക്കുറിച്ചാണ് നാം ചിന്തിച്ചു പോകുന്നത്. പാപം ചെയ്യുവാനുള്ള പ്രലോഭനം ശത്രു നമുക്ക് തരും. വേഷം കെട്ടുക എന്നുള്ളത് ശത്രുവിൻ്റെ ഒരു തന്ത്രമാണ്. സാത്താൻ താൻ വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കുന്നു. നമുക്ക് തിരിച്ചറിയാൻ പോലും കഴിയാത്തവണ്ണം വേഷം കെട്ടുന്ന രീതി പിശാചിനുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. പിന്നീട് പിശാച് നമ്മെ വഞ്ചിക്കും എന്ന് പറഞ്ഞു. ആ വഞ്ചനയെ 2ആയിട്ട് ഭാഗിച്ച് പറയുകയുണ്ടായി. പിശാച് നമ്മളെ വഞ്ചിക്കുന്നത് സ്വയം നമ്മൾ വഞ്ചിതരായി തീരുകയും ചെയ്യാൻ സാധ്യതയുള്ള മേഖലകളെക്കുറിച്ചാണ് നാം ചിന്തിച്ചു പോകുന്നത്. അവസാന ക്ലാസ്സിൽ 2 ചിന്തകൾ പറഞ്ഞു. ഒന്ന്, പിശാച് നമ്മളെ ഭയപ്പെടുത്തും എന്ന് ഞാൻ പറഞ്ഞു. ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങൾക്ക് തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കും. എന്നാൽ അകാരണമായ പേടി നമ്മിൽ ഉളവാക്കും. അത് പിശാച് ചെയ്യുന്ന ഒരു കാര്യമാണ്. ചില ആളുകൾ പറയാറുണ്ടല്ലോ, കാരണം എന്നാണെന്നൊന്നും എനിക്കറിയത്തില്ല, എൻ്റെ മനസ്സിന് വലിയ വിഷമമാണ്, എന്തോ ഭീതി എന്നിൽ നേരിടും. ചിലർ പറയാറുണ്ട്, ചങ്കിൻ്റെ ഇടുപ്പ് ചില സമയങ്ങളിൽ കൂടി വരും, ചിലർക്ക് മരിക്കുമെന്നുള്ള പേടിയുണ്ടാകും. ഇതൊക്കെ പിശാച് ചെയ്യുന്നതാണ്. പിശാച് നമ്മളെ ഭയപ്പെടുത്തുമെന്നാണ് വേദപുസ്തകം പറയുന്നത്. എന്നാൽ ക്രിസ്തുവിനുള്ള വിശ്വാസത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് ആ പേടിയില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം പൗലോസിൻ്റെ ഭാഷ എന്ന് പറഞ്ഞാൽ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ഇരിക്കുന്നത് അവർക്ക് ആഗ്രഹമാണ്. അത് അത്യുത്തമമല്ലോ എന്നാണ് പറയുന്നത്. ഇന്ന പ്രഭാതത്തിൽ ഞാൻ പറഞ്ഞതിൻ്റെ ഒരു തുടർച്ചയായി പറഞ്ഞാൽ, ഇവിടെ ക്രിസ്തുവിനെ അനുഭവിച്ചറിഞ്ഞ് കർത്താവുമായുള്ള നമ്മുടെ വ്യക്തിപരമായ ബന്ധം അത് വർദ്ധിച്ച് അവസാനം നമ്മൾ തന്നെ പറയും, ഇവിടെ ഇനി അധികകാലം ജീവിക്കേണ്ട ആവശ്യമില്ല, ഇവിടുത്തെ ജീവിതത്തോട് നമുക്കൊരു വിരസതയില്ല, ഇവിടുത്തെ ജീവിതം നമുക്ക് സന്തോഷകരമായി തോന്നുകയും കർത്താവിനോടുകൂടെ ആ വിട്ടുപിരിഞ്ഞ് ആവുക എന്നുള്ള ആ ലക്ഷ്യത്തിലേക്ക് യഥാർത്ഥ ആത്മീയ വളർച്ചയിൽ ജീവിക്കുന്നവർ വരും എന്നുള്ളതാണ് സാരം. അവിടെ ക്രിസ്തുവിൽ ജീവിക്കുന്നവർക്ക് ഇവിടെ ഭയമില്ല. പ്രത്യേകിച്ച് മരണഭയം എന്നുള്ളത് പിശാചിൽ നിന്നുള്ള കാര്യമാണ്. മരണഭയം. ഒരുവൻ പരിശുദ്ധാത്മ സ്നാനം ആ പ്രത്യേക ആത്മ അനുഭവത്തിലേക്ക് വന്നു കഴിയുമ്പോൾ സംഭവിക്കുന്നത് മരിക്കാൻ പേടിയില്ലാതെയാവുകയാണ്. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയിലും ശമരിയിൽ എല്ലായിടവും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ ആകണം. ശക്തി ലഭിച്ചു. അപ്പോസ്തല പ്രവൃത്തി 1 വായിക്കുന്നത്, പരിശുദ്ധാത്മ സ്നാനം നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. 1:5 ഇങ്ങനെ വായിക്കുന്നു, യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് പറഞ്ഞു. സ്നാനം എന്നുള്ളത് മുഴുകൽ എന്നുള്ള ഒരു ആശയത്തിലാണ് അവിടെ പറയുന്നത്. പരിശുദ്ധാത്മ സ്നാനം എന്നതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. ശക്തി ലഭിച്ചിട്ട് കാത്തിരുന്ന് ശക്തിയെ പ്രാപിക്കണമെന്നാണ് യേശു പറയുന്നത്. അങ്ങനെ കാത്തിരുന്ന് ശക്തി അവർക്ക് ലഭിച്ചു കഴിഞ്ഞപ്പോൾ മുതൽ അപ്പോസ്തല പ്രവൃത്തിയിൽ 2ാമത്തെ അധ്യായം മുതൽ നാം കാണുന്നത് മരിക്കാൻ ഭയമില്ലാത്തവരായിട്ട് ശിഷ്യന്മാരെ നമ്മൾ കാണുകയാണ്. 2ാമത്തെ അധ്യായം യാക്കോബിനെ വാളുകൊണ്ട് കൊല്ലിച്ചു, പത്രോസിനെ കൊല്ലുവാൻ വേണ്ടി തടവിലാക്കി, പത്രോസ് കിടന്നുറങ്ങുന്നു, പൗലോസിനെ കൊല്ലുവാൻ ശ്രമിക്കുന്നു, ആരും മരണത്തെ പേടിച്ചില്ല. അർത്ഥം, പിശാചാണ് ഭയം കൊണ്ടു നമുക്ക് തരുന്നത്. പിശാചിൻ്റെ വകയാണ് മരണഭയം. എന്നാൽ ദൈവശക്തി പ്രാപിച്ചിട്ടുള്ള, പരിശുദ്ധാത്മ സ്നാന അനുഭവം പ്രാപിച്ചിട്ടുള്ള ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം മരണഭയമില്ല. മരണഭയം നീങ്ങിപ്പോകുന്നു എന്നുള്ളതാണ് സാരം. അപ്പോൾ പിശാച് നമ്മളെ ഭയപ്പെടുത്തുമെന്ന് ഞാൻ പറഞ്ഞു. അവസാനം പറഞ്ഞു നിർത്തിയത്, പിശാചിൻ്റെ തന്ത്രങ്ങളിൽ മനസ്സ് കുരുടാക്കുന്നു എന്ന് പറഞ്ഞാണ് ഞാൻ നിർത്തിയത്. അവിശ്വാസികളോടുള്ള ബന്ധത്തിൽ ദൈവവചനം കേൾക്കാൻ പിശാച് അവസരം കൊടുക്കുകയില്ല. അഥവാ കേട്ടാൽ അത് ഗ്രഹിക്കാൻ പിശാച് അനുവദിക്കുകയും
യേശു തന്നെ വിതയ്ക്കുന്നതിൻ്റെ ഉപമയിൽ അത് വിശദീകരിക്കുന്നുണ്ട്. ചിലത് വഴിയരികെ വീഴും, ചിലത് പാറസ്ഥലത്ത് വീഴും, ചിലത് നല്ല നിലത്ത് വീണു, ചിലത് എന്നാണ് വായിക്കുന്നത്. ആ ഓരോ സ്ഥലത്തും വീണതിൻ്റെ ഫലപ്രാപ്തിയെക്കുറിച്ച് പറയുമ്പോൾ വഴിയരികെ വീണതിന് ഫലം കൊടുക്കുവാൻ കഴിഞ്ഞില്ല, പറവകൾ കൊത്തിക്കൊണ്ടുപോയി എന്നാണ് വായിക്കുന്നത്. മുള്ളിനിടയിൽ വീണത് മുള്ള് ഞെരുക്കിക്കളഞ്ഞു എന്നാണ് നമ്മൾ വായിക്കുന്നത്. നല്ല നിലത്ത് വീണത് പോലും എല്ലാം 100 മേനി ഫലം കൊടുത്തതായിട്ട് നമ്മൾ വായിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, പിശാച് ഈ വിത്ത് മനുഷ്യ ഹൃദയങ്ങളിൽ വീണാലും, വചനമാകുന്ന വിത്ത് വീണാലും അത് ഫലം കൊടുക്കാതെ വണ്ണം പിശാച് പ്രവർത്തിക്കുമെന്നുള്ളതാണ് സാരം. യേശു തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ കേട്ടിട്ട് ഗ്രഹിക്കുന്നില്ലേ? നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ തിരിച്ചറിയുന്നില്ലേ? 2 പദങ്ങൾ ചോദിക്കുന്നു. ഗ്രഹിക്കുന്നില്ലേ, തിരിച്ചറിയുന്നില്ലേ? അർത്ഥം തിരിച്ചറിയാതെ വണ്ണം, ഗ്രഹിക്കാതെ വണ്ണം അവരുടെ മനസ്സിൽ പിശാച് പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. 2 കൊരിന്ത്യർ 4:4 നമ്മൾ വായിക്കുമ്പോൾ 2 കൊരിന്ത്യർ 4:4 സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിക്കുവാൻ, സുവിശേഷത്തിൻ്റെ പ്രകാശം അവരുടെ ഹൃദയത്തിൽ ഉണ്ടാകാതിരിക്കുവാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. കുരുടൻ എന്ന് നമ്മൾ പറയുന്നത് കാഴ്ചയില്ലാത്തവർ എന്ന അർത്ഥത്തിലാണ്. അവരുടെ മനസ്സിൻ്റെ കാഴ്ചയെ, ഹൃദയത്തിൻ്റെ കാഴ്ചയെ, ഹൃദയദൃഷ്ടിയെ കുരുടാക്കി കളയുന്നത് പിശാചിൻ്റെ ഒരു പ്രവർത്തനമാണെന്നുള്ളതാണ് സാർ. സുവിശേഷം പറയുമ്പോൾ നമ്മൾ ആളുകളോട് വളരെ താല്പര്യപൂർവ്വം പറഞ്ഞ്, ചിലപ്പോൾ അവർ ചോദ്യങ്ങളൊക്കെ ഇങ്ങോട്ട് ചോദിച്ച് അതിന് മറുപടിയൊക്കെ പറഞ്ഞ് ഒരു സന്തോഷകരമായ ഒരു പരിസമാപ്തി എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അവസാനം യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കാൻ ഒരുപക്ഷെ അവർ തയ്യാറാവുകയില്ല. മണിക്കൂറുകളോളം ആളുകളുമായി സംസാരിച്ച ശേഷവും യേശുവിനെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, മണിക്കൂറുകൾ വചനം കേട്ട ശേഷം. കാരണം അവരുടെ കണ്ണ് പിശാച് കുരുടാക്കിയിരിക്കുകയാണ്. കേൾക്കുന്നുണ്ട്, പക്ഷേ ഹൃദയത്തിൻ്റെ കണ്ണുകൾ അന്ധമാണ്, കുരുടായിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അവർക്കത് സാധിക്കാതിരിക്കുന്നത്. അത് പൗലോസിനെ കുറിച്ച് പറയുമ്പോൾ അപ്പോസ്തലപ്രവൃത്തി 26:18 അവരുടെ കണ്ണ് തുറക്കുവാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താൻ്റെ അധികാരത്തിൽ നിന്നും ദൈവത്തിങ്കിലേക്ക് തിരിക്കുവാനും, കണ്ണ് തുറക്കുവാനും, ജാതികളുടെ, യേശുവിനെ അറിയാത്തവരുടെ കണ്ണ് തുറക്കുവാനാണ് പൗലോസിനെ ദൈവമാക്കിയിരിക്കുന്നതെന്നാണ് അവിടെ വായിക്കുന്നത്. അപ്പോൾ സാമേക്ഷയുമായി സ്നേഹിച്ച് ജീവിക്കുന്ന എല്ലാവരും അവരുടെ ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ അറിയാത്തവരുടെ കണ്ണ് തുറക്കുകയാണ് നമ്മുടെ ജീവിതം കൊണ്ട്. അത് നമ്മുടെ മനസ്സിലുണ്ടാകണം. അപ്പോൾ കണ്ണിനെ കുരുടാക്കുന്നത് പിശാചാണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം വായിക്കാം. എഫേസ്യർ 4:19. മതി, മനം തഴപ്പിച്ചു പോയവരെന്നാണ് പറയുന്നത്. ഇപ്പോൾ കണ്ണ് പിശാച് കുരുടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രതിഫലനം എന്ന് പറയുന്നത്, നമ്മൾ പറയാറില്ലേ, ഒരു മനസാക്ഷി ഇല്ലാതെ ആൾ പ്രവർത്തിച്ചു, അല്ല ഒരു മനസാക്ഷിയുള്ള ആളല്ല, ഏത് തിന്മയും ചെയ്യാൻ ഒരു മടിയുമില്ല. കാരണം ഹൃദയദൃഷ്ടി അന്ധമാണ്, പ്രകാശിച്ചിട്ടില്ല, മനസ്സ് കുരുടായിപ്പോയി. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് മനം തഴമ്പിച്ചു പോയവർ എന്നാണ് പറയുന്നത്. തഴമ്പിക്കുക എന്ന് പറഞ്ഞാൽ അറിയാം, ഒരേ കാര്യം, ഒരേ തെറ്റ് ആവർത്തിക്കും. ആദ്യം ഒരു തെറ്റ് ചെയ്യുമ്പോൾ മനസ്സിൽ വിഷമമുണ്ട്, ഈ ഒരു ചെയ്ത് തെറ്റിപ്പോൾ. അത് വീണ്ടും ചെയ്ത് കഴിയുമ്പോൾ ആദ്യം ഉണ്ടായ അത്രയും ഒരു വിഷമം തോന്നില്ല. തെറ്റിപ്പോയി എന്ന് തോന്നാം, പക്ഷെ ആദ്യം ഉണ്ടായിടത്തോളം വിഷമം തോന്നുന്നില്ല. വീണ്ടും ആ അതേ തെറ്റ് ആവർത്തിക്കുമ്പോൾ ആദ്യമുണ്ടായതിനോ രണ്ടാമതുണ്ടായതിനോ തുല്യമായ ആ ഒരു വിഷമം മനസ്സിലുണ്ടാകുന്നില്ല. വീണ്ടും അത് കുറഞ്ഞിരിക്കും. അത് സംബന്ധിച്ച് ഒരിക്കലും ഒരു ചിന്തയിൽ പറഞ്ഞത്, മനസാക്ഷിയെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: ആളുകൾ തെറ്റ് ചെയ്യുമ്പോൾ മനസ്സിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമുണ്ടാകും. എന്നാൽ ആ പ്രവർത്തനത്തോട്
ക്രിയാത്മകമായി പ്രതികരിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ പ്രവർത്തനത്തെ സ്വീകരിക്കാതിരുന്നാൽ, മനസാക്ഷിയിലുള്ള ആക്ഷേപത്തെ ഗൗരവത്തോടെ കണ്ടതിന് പരിഹാരം വരുത്താതെ തെറ്റിൽ തുടർന്നാൽ പിന്നെ മനസാക്ഷി പ്രവർത്തിക്കുകയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് അദ്ദേഹം പറഞ്ഞ ഒരു ഉദാഹരണം ഇങ്ങനെയാണ്. പ്രായമുള്ള ആളുകൾക്കറിയാം, ഈ ഇഷ്ടിക ഉണ്ടാക്കുന്ന പെട്ടിയുണ്ട്. പണ്ട് കാലത്തൊക്കെ പല വീടുകളിലും പോലും ഇഷ്ടിക വീട്ടിൽ മണ്ണ് കുഴച്ചുണ്ടാക്കി പിന്നീട് ചൂളയുണ്ടാക്കി ചുട്ട് ഒക്കെ വീട് പണിയുന്ന ഒരു കാലം ഉണ്ടായിരുന്നല്ലോ. ഇഷ്ടിക ഉണ്ടാക്കുന്ന പെട്ടി, ഇഷ്ടിക പെട്ടി, അതിനകത്ത് ഒരു ഇഷ്ടിക ഉണ്ടാക്കി വെച്ചു. അത് ഉണങ്ങിക്കഴിഞ്ഞ് അതേ ഇഷ്ടിക ഈ പെട്ടിക്കകത്ത് എടുത്തു വെച്ചാൽ അല്പം വിടവുണ്ടാകും. കാരണം അത് ഉണങ്ങിയപ്പോൾ ആ മണ്ണ് ഒരുമിച്ചപ്പോൾ ഒരു ചെറിയ ഒരു വിടവുണ്ടാകും. അദ്ദേഹം പറഞ്ഞത്, ആ ഇഷ്ടികയുടെ നടുക്ക് ഒരു കമ്പ് നമ്മൾ ബലമായിട്ട് ഉറപ്പിച്ച ശേഷം പയ്യെ ഇങ്ങനെ തിരിച്ചാൽ ആദ്യം ഒരു ശകലം തിരിയും. ഒരു തെറ്റ് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു അനക്കം, ചെറിയൊരു തിരിവുണ്ടാകും. പല പ്രാവശ്യം ഇങ്ങനെ തിരിച്ചു കഴിയുമ്പോൾ ഈ ഇഷ്ടികയുടെ മൂലയും കോണും ഒക്കെ അങ്ങോട്ട് പോയിട്ട് ഒരു റൗണ്ട് ആവും. പല പ്രാവശ്യമായി കഴിയുമ്പോൾ പിന്നെ ഈ കമ്പ് കൊണ്ട് ഈ പെട്ടിക്കകത്ത് ഈ ഇഷ്ടിക നമുക്ക് ഇങ്ങനെ എങ്ങനെ വേണമെങ്കിലും കറക്കാൻ പറ്റും. ആദ്യം പറ്റിയല്ല, രണ്ടാമത് പറ്റിയല്ല, മൂന്നാമത് പറ്റിയല്ല, നാലാമത് പറ്റിയല്ല. അന്നേരമൊക്കെ ഇഷ്ടിക പെട്ടിയുടെ സൈഡിൽ ചെന്ന് മുട്ടുമ്പോൾ ഒരു ഷെയ്ക്ക് ഉണ്ടാകും, ഒരു വാണിംഗ് കിട്ടും. ആ വാണിംഗൊക്കെ അവഗണിച്ചുകൊണ്ട് തുടർച്ചയായി ഈ തെറ്റിൽ തുടർന്നാൽ പിന്നെ ഈ പെട്ടിക്കകത്ത് കിടന്ന് ഇഷ്ടിക കിടന്ന് കറങ്ങുന്ന പോലെ ആയിരിക്കും മനസാക്ഷി എന്ന് പറഞ്ഞാൽ മനസാക്ഷിയിൽ ഒരു ആശയമോ ഉണ്ടാകുകയല്ലെന്ന സാരം. അതിനാ മനം തഴമ്പിച്ചു പോയവരെന്ന് പറയാൻ കാരണം. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരുന്ന ഓരോ വാണിംഗും, ഓരോ തെറ്റ് ചെയ്യുമ്പോഴും തെറ്റിപ്പോയി എന്ന ബോധ്യം തരുമ്പോൾ അതിനെ ന്യായീകരിക്കുവാനോ അതിനെ മൂടിവെക്കുവാനോ ശ്രമിക്കാതെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്ന, നമ്മളിങ്ങനെ വായിക്കുന്നു, തൻ്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കുന്നു. ആ ഒരർത്ഥത്തിൽ നാം ജീവിക്കണം. ഇപ്പം മനം തഴമ്പിച്ചു പോകുക, മനസാക്ഷി പിന്നീട് കുറ്റം പറയാതിരിക്കുക എന്ന ഒരു നിലയിലേക്ക് നാം ആയിത്തീർന്നു എന്ന് വരാം. അതിന് മറ്റൊരു വാക്യം വായിക്കാം. 2 കൊരിന്ത്യർ 3:14. 2 കൊരിന്ത്യർ 3:14. മനസ്സ് കഠിനപ്പെട്ടു പോയി എന്നാണ് കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. എഫെസ്യ ലേഖനത്തിൽ മനം തഴമ്പിച്ചവരുന്നുണ്ട്, എന്നാൽ ഇവിടെ വായിക്കുന്നു കഠിനപ്പെട്ടു പോയി. ചില ആളുകളെ കുറിച്ച് പറയാറില്ലേ, കഠിന ഹൃദയനാണ്, ഒരു മനസ്സലിവുള്ള ആളല്ല എന്നൊക്കെ പറയാറില്ലേ. തെറ്റിൽ തുടർന്നു കഴിഞ്ഞാൽ, കർത്താവുമായുള്ള ബന്ധത്തിൽ സജീവമല്ലാതെ കുറേ കാലം കഴിയുമ്പോൾ മനസ്സ് തഴമ്പിച്ചു പോകും എന്നുള്ളതാണ് സാരം. നിങ്ങൾ കേട്ടിട്ടുള്ള, അല്ലെങ്കിൽ സാധാരണ പറയാറുള്ള ഒരു ഉദാഹരണമുണ്ട്. കൊല്ലൻ്റെ ആലയിലെ കൊല്ലൻ വളർത്തുന്ന പട്ടിയെ പോലെയാണെന്ന് പറയാറ്. ഇവര് ഈ ആലയിൽ വന്ന് അതിൻ്റെ തീപ്പൊരിയൊക്കെ കാണുമ്പോൾ ആദ്യമേ വലിയ ഞെട്ടലും പേടിയും ഒക്കെയാണ്. ഇതിങ്ങനെ പല പ്രാവശ്യം കൊല്ലൻ ഇത് ഇരുമ്പുമൊക്കെ പഠിപ്പിച്ച് തല്ലുമൊക്കെ ചെയ്യുമ്പം തീ പറക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആദ്യമൊക്കെ വലിയ പേടിയും വിഷമവും കണ്ണടയ്ക്കുകയൊക്കെ ചെയ്യും. കുറേ കഴിയുമ്പോഴത്തേനും എന്നും ഇത് കണ്ട് ഇത് പിന്നെ പേടിയില്ലാത്തതായിട്ട് എന്നതുപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. കഠിനപ്പെട്ടു പോയി എന്നാണ് പറയുന്നത്, അല്ലാതെ ആദ്യമേ കഠിനമായിരുന്നു എന്നല്ല. സാവധാനം, സമയദൈർഘ്യം കൊണ്ട്, പല കാരണങ്ങളാൽ, പല ദിവസങ്ങളാൽ, മാസങ്ങളാൽ കഠിനപ്പെട്ടു പോയി എന്ന വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. റോമർ 11:7 അതേ വാക്ക് നമ്മൾ കാണുന്നുണ്ട്. റോമർ 11:7. റോമർ 11:7. ശേഷമുള്ളവരോ കഠിനപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പ്രാപിച്ചു ചിലർ, ശേഷമുള്ളവർ കഠിനപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ചിലർക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞു, എന്നാൽ ചിലരുടെ ഹൃദയം കഠിനപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിനെ അവർക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ഇവിടെ വായിക്കുന്നത്. പിന്നീട് നമ്മൾ വായിക്കുന്ന ഒരു വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ടാകലും. പിശാച് ദുഷ്പ്രവൃത്തികൾക്ക് വേണ്ടി മനുഷ്യന്റെ മനസ്സിൽ സ്വാധീനം ചെലുത്തുമെന്നാണ് സാരം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം 21-22 വാക്യങ്ങളാണ്. കൊലോസ്യർ 1:21-22.
മുമ്പേ നിങ്ങൾ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവനിപ്പോൾ തൻ്റെ ജഡശരീരത്തിൽ തൻ്റെ മരണത്താൽ നിരപ്പിച്ചു. അപ്പോൾ മുൻപ് എങ്ങനെയായിരുന്നു? മനസ്സുകൊണ്ട് അകന്നവരായിരുന്നു, ശത്രുക്കളായിരുന്നു. മനസ്സുകൊണ്ട് അകലുക എന്ന് പറഞ്ഞാൽ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്നു. അപ്പോൾ മനസ്സ് തെറ്റായ കാര്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകുവാൻ പിശാച് പ്രവർത്തിക്കും എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം. രക്ഷിക്കപ്പെടാത്ത സകല ആളുകളെയും മനസ്സിനെ നിയന്ത്രിക്കുന്നത് പിശാചാണ്. പിശാച് എടുത്തിൻ്റെ മനസ്സിനെ നിയന്ത്രിക്കുന്നെങ്കിൽ അവൻ ശരി ചെയ്യുമെന്ന് നമുക്ക് പറയാൻ ഒക്കുമോ? ഇല്ല. അപ്പോൾ രക്ഷിക്കപ്പെടാത്ത ഒരാളോട് ഒരാൾ തെറ്റ് ചെയ്യാലെന്ന് നമുക്ക് പറയാൻ ഒക്കുമോ? ഇല്ല. കാരണം പിശാച് അവൻ്റെ മനസ്സിനെ കൈവശപ്പെടുത്തിയിരിക്കുകയാണ്. എന്നാൽ രക്ഷിക്കപ്പെട്ട ഒരാൾ തെറ്റ് ചെയ്യുമെന്ന് നാം സംശയിക്കേണ്ടതില്ല. രക്ഷിക്കപ്പെടാത്ത ഒരാൾ മനസ്സ് പിശാച് കൈവശപ്പെടുത്തിയിരിക്കുന്ന ഒരുത്തൻ എന്ത് തെറ്റും ചെയ്യാം, ആ ചിന്ത നമുക്ക് വേണം. ഇംഗ്ലീഷുകാരൊരു പഴഞ്ചൊല്ല് പറയും, ആൻ ഓപ്പൺ ഡോർ ടെംപ്റ്റ്സ് ആൻ ഏഞ്ചൽ. തുറന്നു കിടക്കുന്ന വാതിൽ ദൂതനെ പോലും പരീക്ഷിക്കുന്നതാണെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് വാതിൽ തുറന്നിടരുതെന്നാണ് അവരുടെ പ്രിൻസിപ്പിൾ. അപ്പോൾ തുറന്നു കിടക്കുന്ന വാതിൽ കാണുമ്പോൾ ദൂതനെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കുഴപ്പമില്ലാത്ത എന്ന ആശയത്തിലാണ് അവർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരാൾക്ക് പാപം ചെയ്യുവാൻ, തെറ്റ് ചെയ്യുവാൻ പ്രലോഭനം ഉണ്ടാകുന്ന ഒരു വഴി തുറന്നിടരുത് എന്നാണ് അർത്ഥം. ആ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. അപ്പോൾ രക്ഷിക്കപ്പെടാത്ത ഒരുത്തൻ്റെ മനസ്സ് പിശാചിന്റെ സ്വാധീനത്തിലായതുകൊണ്ട് അവൻ തെറ്റിലേക്ക് പോകാം, അല്ല തെറ്റിൽ തുടരുന്നു എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഇസ്രായേൽ സമൂഹത്തോട് പറയുമ്പോൾ യെഹെസ്കേൽ 36:26-27 വാക്യങ്ങളാണ് അവിടെ പറയുന്നത്. ഇങ്ങനെയാണ്, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളിൽ സൃഷ്ടിക്കും. കാരണം സാത്താൻ കൈവശപ്പെടുത്തിയ മനസ്സിന് മാനസാന്തരം ഉണ്ടാകുമ്പോൾ പുതിയൊരു മനസ്സും പുതിയൊരു ഹൃദയവുമെല്ലാം നമ്മളിലാകുന്നു എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത്. പിശാച് കൈവശപ്പെടുത്തിയ മനസ്സിനെ പിശാചിന്റെ കയ്യിൽ നിന്നും മാറ്റി കഴിയുമ്പോൾ അത് പുതുതായി തീരുന്നു എന്ന ആശയത്തിലാണ് യെഹെസ്കേൽ അത് പറയുന്നത്. യെഹെസ്കേലിന്റെ പ്രവചനത്തിൽ ദൈവം പറയുന്നത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇങ്ങനെ വായിക്കുന്നുണ്ട്. പുതിയ നിയമത്തിൽ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകും, പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലവും പുതുതായി തീർന്നിരിക്കുന്നു. അപ്പോൾ പഴയത് സകലവും കഴിഞ്ഞുപോയി, പഴയ മനസ്സ് മാറി, പഴയ ഹൃദയം മാറി. ഇതാണ് അവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിശാചിന്റെ പ്രവർത്തനം ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ മനസ്സിലാണ്, ചിന്തകളിലാണ്, വിചാരങ്ങളിലാണ്, സ്വപ്നങ്ങളിലാണ് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മളിൽ ഉണ്ടാകുന്ന ചിന്തകൾ പോലും ദൈവികമാണോ എന്ന് തിരിച്ചറിയത്തക്കവണ്ണം ഒരു പക്വതയും അല്ലെങ്കിൽ അതിനൊരു ക്ഷമയും അത് ദൈവഹിതപ്രകാരമാണെന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രമേ പ്രായോഗികമാക്കാവൂ എന്നുള്ളതാണ് സാരം. എന്നാൽ വിശ്വാസികളോടുള്ള ബന്ധത്തിൽ പിശാച് നമ്മുടെ മനസ്സിനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളത് വളരെ പ്രസക്തമാണ്. ഒരു കാലത്ത് പിശാചിന്റെ കൈവശമായിരുന്ന നമ്മുടെ മനസ്സ് ക്രിസ്തുവുമായുള്ള ഏകാഗ്രതയിലേക്കും നിർമ്മലതയിലേക്കും വന്നു കഴിഞ്ഞപ്പോൾ ആ മനസ്സിന് മാറ്റം വന്നു. അതിനെ തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമമാണ് പിശാച് നടത്തുന്നത്. തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമം. ഒരു കാലത്ത് അവന്റെ അധീനതയിലായിരുന്നു. എന്നാൽ നമ്മുടെ മനസ്സിന്റെ നിയന്ത്രണം തിരികെ കിട്ടുവാനുള്ള സകല തന്ത്രങ്ങളും പിശാചിന്. ഒരിക്കൽ പിശാചിന്റെ തന്ത്രത്തെക്കുറിച്ച് ഒരു ചിന്തകൻ എഴുതിയത് ഇങ്ങനെയാണ്: ഒരുവൻ രക്ഷിക്കപ്പെട്ട ദൈവരൂപയിലേക്ക് വരുമ്പോൾ ആദ്യമൊക്കെ പിശാച് ചെയ്യുന്നത് അവനെ പുറകോട്ട് കൊണ്ടുപോകുവാനുള്ള സകല തന്ത്രങ്ങളും ഒരുക്കും. പുറകോട്ട് കൊണ്ടുപോകും. ഒരുപക്ഷെ വീട്ടിൽ പ്രസിദ്ധി ഉണ്ടാക്കും, അവൻ്റെ ജോലി സ്ഥലത്ത് പ്രസിദ്ധി ഉണ്ടാക്കും. മുൻപോട്ട് ഒരു നിലയിലും മുൻപോട്ട് പോകുവാൻ സാധ്യമല്ല എന്ന നിലയിലുള്ള പ്രതിസന്ധികൾ ജീവിതത്തിലുണ്ടാകും. എന്നാൽ
അതിനെ അവർ അതിജീവിച്ചു കഴിഞ്ഞാൽ എത്ര പ്രതികൂലം വന്നാലും ശരി, പുറകോട്ടില്ല എന്ന ഉറച്ച തീരുമാനത്തിൽ ഒരാളായി മുൻപോട്ട് പോകുമ്പോൾ പിന്നെ പിശാചിന് തന്ത്രമാണല്ലോ, ഇവൻ പിന്നെ മുന്നോട്ട് തള്ളുമെന്നാണ് പറയുന്നത്. പുറകോട്ട് പിടിച്ചിട്ട് കിട്ടിയില്ല, പിന്നെ മുന്നോട്ട് തള്ളും. മുന്നോട്ട് തള്ളി കൊണ്ടുപോയി സാധാരണ പുറകിൽ, ഉദാഹരണമാകട്ടോ, പുറകിൽ അവൻ ഇരിക്കുന്നതിരിക്കട്ടെ, അയാൾക്ക് ഏറ്റവും മുന്നേ വന്നിരിക്കാനുള്ള സീറ്റ് വരെ പിശാചി പോകും, മുന്നോട്ടൊക്കെ തള്ളി കൊണ്ടുവരും. അത് ഒരിപ്പോഴും ആത്മീയ നീളത്തിലേക്കും ആത്മീയ അഹങ്കാരത്തിലേക്കും ഒക്കെ മനുഷ്യൻ വരും. പുറകോട്ട് മാത്രമല്ല, മുൻപോട്ടും പിശാചി തള്ളും. അവിടെയും നാം സമചിത്തതയോടെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ തന്നെ നിയന്ത്രിച്ച് നാം പോകണമെന്നുള്ളതാണ് സാരം. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്ന ഒരു വാക്യം, നിഗളിച്ചിട്ട് പിശാചിന് വന്ന് ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് പുതിയ ശിഷ്യൻ അരുത്. നിഗളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷാവിധി. അപ്പോൾ നിഗളം നമ്മളിൽ ഉണ്ടാകത്തക്കവണ്ണം ഉള്ള സാഹചര്യങ്ങളുണ്ടാകും. ചില ആളുകൾ പറയാറുണ്ട്, ഞാൻ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയിട്ട് 2 വർഷമായിട്ടുള്ളൂ, ഞാനിപ്പോൾ ഇത്ര രാജ്യത്ത് പോയി കഴിഞ്ഞു. നിഗളമാണത്. അത് പിശാചി തരുന്നതാണ്. ഒന്നിൽ പുറകോട്ട് അല്ലെങ്കിൽ മുൻപോട്ടുകൾ തള്ളിക്കൊണ്ട് പോകും. ദൈവം ചെയ്യുന്ന വഴികൾ ശ്രദ്ധിച്ചാൽ അറിയാം, പടിപടിയായി സാവധാനമുള്ള ഒരു വളർച്ചയാണ് ആത്മീയ വളർച്ച എന്ന് പറയുന്നത്. പെട്ടെന്ന് ഒരു വർഷം കൊണ്ടോ 2 വർഷങ്ങൾ കൊണ്ടോ ഉള്ള ഒരു ശീഘ്രമായ ഒരു വളർച്ചയാണ് നമ്മുടെ മനസ്സിലുണ്ടാകും. പലർക്കും അത് ഇഷ്ടമില്ല. എല്ലാവർക്കും ഇഷ്ടം ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടുള്ള വളർച്ചയാണ് എല്ലാവർക്കും ഇഷ്ടം. ഈ ബ്രോയിലർ ചിക്കനെ വളർത്തുന്നത് പോലെ സാധാരണ കോഴികൾ 6 മാസം കൊണ്ട് വളരുന്നത്, ബ്രോയിലർ ചിക്കൻ 16 ദിവസം കൊണ്ടാണ് വളരുന്നത്. 6 മാസം കൊണ്ട് സാധാരണ ഒരു കോഴിക്ക് ലഭിക്കുന്ന വളർച്ചയാണ് ഒരു ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ഈ ബ്രോയിലർ ചിക്കൻ ഉണ്ടാകുന്നത്. അതുകൊണ്ടുള്ള ദൂഷ്യഫലങ്ങളൊക്കെ പത്രങ്ങളിലൂടെയൊക്കെ നിങ്ങളെല്ലാവരും വായിക്കുന്നുണ്ട് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നതിന് സാരം, പെട്ടെന്നുള്ള വളർച്ച അത് പിശാചിന്റെ ഒരു തന്ത്രമാണ് എന്നുള്ള കാര്യം ഓർക്കണം. നമ്മളെ തിരികെ കൊണ്ടുപോകുവാൻ, നമ്മുടെ മനസ്സിനെ തിരികെ പിടിക്കുവാനുള്ള പിശാചിന്റെ ഒരു ശ്രമം എപ്പോഴും ഉണ്ട് എന്നുള്ള കാര്യം മറക്കണം. നമ്മൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മ സ്നാന അനുഭവം പ്രാപിച്ചിട്ടുണ്ടാകാം. പക്ഷേ പിശാച് നമ്മുടെ മനസ്സിനെ കൈവശപ്പെടുത്താൻ ശ്രമിക്കും. തെളിവ് ധാരാളം വേദപുസ്തകത്തിലുണ്ട്. ചില തെളിവുകൾ ഞാൻ നിങ്ങളോട് പറയാം. 2 കൊരിന്ത്യർ 11:3 വായിക്കൂ. കൊരിന്തിലുള്ള ആളുകൾക്ക് പൗലോസ് കൊടുക്കുന്ന നിർദ്ദേശമാണത്. 2 കൊരിന്ത്യർ 11:3. സർപ്പം ഹൗവയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. പൗലോസ് പറയുകയാണ്. കൊരിന്തിലുള്ള ആളുകളെ നമുക്കറിയാം, ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരെന്ന കൊരിന്തിലുള്ള ആളുകളെ കുറിച്ച് പൗലോസ് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു കൃപാവരത്തിലും കുറവില്ലാത്ത ആളുകൾ, അവരുടെ മനസ്സ് ഹവ്വായുടെ ഹൃദയത്തെ ഉപായത്താൽ ചതിച്ചതുപോലെ ചതിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാണ് പൗലോസ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവകൃപയിൽ ജീവിക്കുന്ന നമ്മുടെ മനസ്സിനെ പിശാച് മാറ്റിക്കൊണ്ടു പോകാൻ ശ്രമിക്കുമെന്ന് പറയാൻ കാരണം, ഹവ്വായുടെ ജീവിതം നമുക്കറിയാം. യഹോവയായ ദൈവം വെയിലാറുമ്പോൾ തോട്ടത്തിൽ വരികയും അവരോട് ഒരുമിച്ച് തോട്ടത്തിൽ നടക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ സജീവ സാന്നിധ്യം എല്ലാ ദിവസവും അനുഭവിച്ചറിഞ്ഞയാളാണ് ഹവ്വ. അങ്ങനെ ദൈവത്തിൻ്റെ സജീവ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ ഹവ്വയെ ചതിച്ചെങ്കിൽ നമ്മുടെ കാര്യം പറയണോ? തീർച്ചയായും നാം ശ്രദ്ധയോടെ ജീവിക്കണം നമ്മുടെ മനസ്സ്. ചില ആളുകൾ എത്ര കാര്യങ്ങൾ വളരെ തുറന്ന് പറഞ്ഞാലും, അങ്ങനെയല്ല, ഇങ്ങനെയാ, ഞാൻ അങ്ങനെ വിശ്വസിക്കുള്ളൂ, എനിക്കതറിയാം. ചില ആളുകൾ പറയുന്നു. അങ്ങനെയുള്ള ആളുകളോട് സംസാരിക്കരുത്. സംസാരിക്കുന്നതിൻ്റെ അർത്ഥമൊന്നും,
നമ്മളൊരു കാര്യത്തെക്കുറിച്ച് നമ്മളോട് ചോദിച്ചു, നമ്മളത് പറഞ്ഞു തന്നിരിക്കട്ടെ, ഇന്ന കാരണങ്ങളാൽ ഇന്ന കാര്യമാണ് ഞാൻ വിചാരിച്ചത്, അല്ലെങ്കിൽ പറഞ്ഞത്, അല്ല ചെയ്തത്. അങ്ങനെയൊന്നുമല്ല, മറ്റു പല കാരണങ്ങളല്ല ചെയ്തത്, എനിക്കത് അറിയാം. ചില ആളുകൾ അങ്ങനെ പറയുന്നതാണ്. അവരോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം ഇവിടെ നാം ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ പറഞ്ഞാലും ആളുകൾ ചിലപ്പോൾ ഗ്രഹിക്കണമെന്നില്ല, മനസ്സിലാക്കണമെന്നില്ല. ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളോട് തർക്കിക്കുന്നത് കൊണ്ടോ വാദിക്കുന്നത് കൊണ്ടോ മത്സരിക്കുന്നത് കൊണ്ടോ ഒന്നും അർത്ഥമായില്ല. ദൈവമേൽ ജീവിക്കുന്ന ഒരാള് അവരുടെ മനസ്സിനെ പിശാച് സ്വാധീനിക്കാൻ ശ്രമിക്കും എന്നുള്ളത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും. ഹവ്വയ്ക്ക് സംഭവിച്ചതിനെ കുറിച്ച് പൗലോസ് പറഞ്ഞു, കൊരിന്തിലുള്ളവർക്ക് അങ്ങനെ വരുമോ എന്ന് ഭയപ്പെടുന്നു എന്നും പറഞ്ഞു. അങ്ങനെയെങ്കിൽ കോട്ടയത്തുള്ള മണർകാട്ടുള്ള നമുക്കും ഒരുപക്ഷെ അത് സംഭവിക്കാം. അപ്പോസ്തലപ്രവൃത്തികൾ 5:4-5 വാക്യങ്ങളിൽ, അപ്പോസ്തലപ്രവൃത്തികൾ 5:4-5 വാക്യങ്ങൾ, അനന്യാസിന്റെയും സഫീറിന്റെയും ചരിത്രമാണല്ലോ. പത്രോസ് പറയുന്ന വാക്കുകളാണ്, വിൽക്കുന്നതിന് മുമ്പേ നിന്റേതായിരുന്നില്ലയോ, വിറ്റ ശേഷവും നിന്റെ കൈവശമല്ലാഞ്ഞുവോ, ഈ കാര്യത്തിന് നീ മനസ്സ് വെച്ചതെന്ന്. ഇവിടെ അർത്ഥമാക്കുന്നത് പിശാച് നമ്മുടെ മനസ്സിനെ കൈവശമാക്കുവാൻ ശ്രമിക്കും. പിശാചിന്റെ സ്വാധീനങ്ങളോട് അല്ലെങ്കിൽ തന്ത്രങ്ങളോട് താല്പര്യങ്ങളോട് നാം മനസ്സ് വെച്ചാൽ അവൻ നമ്മുടെ മനസ്സിനെ അധീനമാണ്. അതുകൊണ്ടാണ് യാക്കോബ് പറയുന്നത്, അവന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പി, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. നമ്മളൊന്ന് മനസ്സൊന്ന് ചായച്ചു കൊടുത്താൽ, മനസ്സൊന്ന് ഒരു അനുരഞ്ജനത്തിന് തയ്യാറായാൽ അവൻ പിന്നെ ഇത് കൈവശമാക്കിക്കൊണ്ട് പോകും. ഒരു കാലത്ത് അവൻ്റെ കയ്യിലായിരുന്നു, പിന്നെ ഇതിൽ നിന്ന് മോചനം കിട്ടി, പുതിയ ഹൃദയവും പുതിയ മനസ്സും ഒക്കെ കിട്ടിയെങ്കിലും വീണ്ടും കൈവശമാക്കാൻ ശ്രമിക്കുമെന്നാണ് ഈ വാക്യങ്ങൾ നമുക്ക് തരുന്ന സൂചന. അനന്യാസിനോട് ചോദിക്കുന്ന ചോദ്യം അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ചരിത്രം നമുക്ക് തരുന്ന സൂചന അതാണ്. നീ മനസ്സ് വെച്ചതെന്ത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ മനസ്സ് വെച്ചാൽ പിശാചി നമ്മുടെ മനസ്സ് കൊണ്ടുപോകാം. എതിർത്ത് നിൽക്കുകയാണെങ്കിൽ, പിശാചിന്റെ വഴികൾ തിരിച്ചറിഞ്ഞ് ജീവിച്ചാൽ നമുക്ക് കർത്താവിനെ സ്നേഹിച്ചും നല്ല മനസാക്ഷിയിലും ശുദ്ധഹൃദയത്തോടും കൂടെ നമുക്ക് ജീവിക്കാൻ കഴിയുമെന്നാണ് നമുക്കിവിടെ ലഭിക്കുന്ന പാഠം. 2 കൊരിന്ത്യർ 13:11 ഈ മനസ്സിനെ കുറിച്ച് പൗലോസ് പറയുന്ന നമുക്കൊക്കെ ബാധകമായ ചില പാഠങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 കൊരിന്ത്യർ 13:11 1 മനസ്സ് പിശാച് വഷളാക്കും, 2 കൈവശമാക്കാൻ ശ്രമിക്കും, 3 ഏക മനസ്സുള്ളവരാകണം എന്ന് പറഞ്ഞാൽ ഇരുമനസ്സ് പാടില്ല. 2 മനസ്സ് നമ്മളിൽ കൊണ്ടുവരുന്നത് പിശാചാണ്. 2 മനസ്സ്, ഒരു മനസ്സുള്ളവരാകണം എന്ന് പറഞ്ഞാൽ, ഒരു മനസ്സാണെങ്കിലോ സത്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, ദൈവവചനത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ വഴിക്ക് വേണ്ടി മാത്രമായിരിക്കും നമ്മുടെ മനസ്സ്. ഇരുമനസ്സാണെങ്കിലോ, ഇരുമനസ്സുള്ളവരെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് യാക്കോബ് പറയുന്നു 1:8 ഇരുമനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിലൊക്കെ സ്ഥിരതയുള്ളവനല്ലെന്നാണ് സാർ. ചിലപ്പം ഉത്സാഹം തോന്നും ആത്മീയ കാര്യങ്ങളിൽ, ചിലപ്പോൾ ഉത്സാഹമില്ല. ഇരുമനസ്സിൻ്റെ ഒരു ലക്ഷണമാണ്. ഒരു മനസ്സാണെങ്കിലോ എപ്പോഴും കർത്താവിനോടുള്ള സ്നേഹത്തിൽ, ആത്മീയ കാര്യങ്ങളിൽ സന്തോഷവും ആ കാര്യത്തിൽ ഉത്സാഹവുമായിരിക്കും. എന്നാൽ ഇരുമനസ്സ് വരുമ്പോൾ ഉള്ള ലക്ഷണം എന്നാണെന്നറിയോ? ഞായറാഴ്ച പോയാൽ മതി, എന്തിനാ ഈ ബുധനാഴ്ച, ഇപ്പോൾ ഒന്നാമത്തെ കാലാവസ്ഥ അത്ര നല്ലതല്ല, എന്തിനാണ് ഇന്നിപ്പോൾ ഞായറാഴ്ച സൺഡേ സ്കൂൾ ഉണ്ടായിരുന്നു, സഭായം ഉണ്ടായിരുന്നു, പിന്നെ എന്നാ ഒരു ബൈബിൾ സ്റ്റഡി. ഇതൊക്കെ ആ ഇരുമനസ്സ് നമ്മളിൽ ആരംഭിക്കുന്നതിൻ്റെ ലക്ഷണമാണ്. അല്ലെങ്കിൽ വെള്ളിയാഴ്ച 6 പേരുണ്ട്, അല്ലെങ്കിൽ 10 പേരാണ് കൂടുന്നത്, എന്നാ പോകാനാ? ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ആത്മീയ കാര്യങ്ങളിൽ നമുക്ക് കൊണ്ടുവരുന്നത് ഇരുമനസ്സിൻ്റെ ഒരു ലക്ഷണമാണ്. അതേസമയം ഇരുമനസ്സല്ലെങ്കിലും ഒറ്റയ്ക്ക് ഇരുന്ന് വേദവസം വായിക്കും, ഒറ്റയ്ക്ക് എനിക്ക് ജോലിയെല്ലാം കഴിഞ്ഞ് അല്പസമയം ഉണ്ടല്ലോ, അല്പനേരം പ്രാർത്ഥിക്കാം, കുറച്ചു നേരം പ്രാർത്ഥനയ്ക്ക് ചെലവഴിച്ചു, അല്ല കൂട്ടായ്മ ഇനി എന്നാ ഉള്ളത്,
അല്ല ഞാൻ പോവുക, ആരെയും കൂടി എനിക്കൊന്ന് കൊണ്ടുപോകാൻ ഒക്കുമോ, ആരെയും കൂടെ ആ കൂട്ടായ്മയിലൊന്ന് സംബന്ധിപ്പിക്കാൻ സാധിക്കുമോ? ഈ ചിന്തകളാണ് നമ്മളിൽ ഉണ്ടാകുന്നത്. കാരണം നമ്മൾ അനുഭവിക്കുന്ന ആ ആത്മീയ സന്തോഷം, സമാധാനം, നിത്യജീവന്റെ വഴി അതറിയാത്തവരും കൂടെ അതിലേക്ക് അവരെ കൂടി ഒന്ന് ഭാഗവാക്കുകളാക്കുവാൻ, അല്ല നമ്മുടെ ഒപ്പം ജീവിത സാഹചര്യങ്ങളില്ലാത്ത നമ്മുടെ സഹോദരങ്ങൾ അവർക്ക് കൂട്ടായ്മയ്ക്ക് വരുവാൻ ഒരു വഴി ഉണ്ടാക്കുവാൻ, ഇതിനൊക്കെയുള്ള ഈ ഒരു ശ്രമം തീർച്ചയായും നമ്മളിൽ ഉണ്ടാകണം. ഇരുമനസ്സാണെങ്കിലോ ഇതൊന്നും ഉണ്ടാകില്ല. അപ്പോൾ പിശാച് നമ്മുടെ മനസ്സിനെ കൈവശമാക്കാൻ ശ്രമിക്കുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇരുമനസ്സുണ്ടാക്കുക. ചില ആളുകൾ പോകാൻ ഉത്സാഹം കാണിച്ച് ഡ്രസ്സും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഒരു കാരണം കണ്ടുപിടിച്ച് പോകാതിരിക്കും. അങ്ങനെയുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ പോലീസ് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കൂ. ഫിലിപ്പിയർ 2:2. ഫിലിപ്പിയർ 2:2. നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം കൊണ്ട് മതി. നിങ്ങൾക്ക് ഒരു മനസ്സ് എന്നാണ് പറയുന്നത് സാരം. രണ്ട് മനസ്സെന്ന് പറഞ്ഞിട്ട് ഇവിടെ പറയുകയാണ്, നിങ്ങൾക്ക് ഫിലിപ്പിയിലുള്ള ആളുകൾക്ക് എല്ലാവർക്കും ഒരു മനസ്സുണ്ടാകണമെന്നാണ് പറയുന്നത്. ഇങ്ങനെ വരുമ്പോൾ പറയാം, കർത്താവിനോടുള്ള ബന്ധത്തിൽ നമ്മുടെ എല്ലാവരുടെയും ഹൃദയം കർത്താവിനോടുള്ള ചിന്തയിലാണെങ്കിലുണ്ടല്ലോ, ആത്മീയ കാര്യങ്ങളിൽ നമ്മുടെ എല്ലാവരുടെയും മനസ്സ് ഒരുപോലെ ആത്മീയ കാര്യങ്ങളിൽ. അതേസമയം കർത്താവിനോടുള്ള ആ ഏകാഗ്രതയിൽ അല്ല നമ്മുടെ മനസ്സെങ്കിൽ ആത്മീയ കാര്യം പറഞ്ഞാലും പല അഭിപ്രായങ്ങളും വരും. സാധാരണ പറയാറില്ലേ, അമ്മയെ തെറ്റിയാലും 2 പക്ഷം ഉണ്ടെന്ന് പറയാറ്. എന്ന് പറഞ്ഞാൽ തെറ്റിനെ തെറ്റായിട്ട് കാണാൻ കഴിയാത്ത ഒരു സാഹചര്യം എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത്. ഏതൊരു കാര്യം ചെയ്താലും അതിൻ്റെ നല്ല വശം കാണുക. സഭയുടെ ചരിത്രം ശ്രദ്ധിച്ചാൽ അറിയാം, സുവിശേഷത്തിന്റെ സാക്ഷികളായി നിൽക്കുക എന്നുള്ള കാര്യത്തിൽ സഭയ്ക്ക് ഇരുമനസ്സില്ലായിരുന്നു. എല്ലാവരും ഒരു മനസ്സാണുള്ളത്. യാക്കോബിനോ പത്രോസിനോ യോഹന്നാനോ പൗലോസിനോ ബർന്നബാസിനോ ആർക്കും ഇരുമനസ്സില്ല കർത്താവിനോടുള്ള സ്നേഹത്തിൽ ജീവിക്കാൻ. ഞാൻ ആവർത്തിച്ച് എൻ്റെ മനസ്സിൽ വരുന്ന ഒരു ചിന്ത പൗലോസിൻ്റെയും ബർന്നബാസിൻ്റെയും ചരിത്രമാണ്. ബർന്നബാസിൻ്റെ സഹോദരിയുടെ മകനായ മർക്കോസിനെ കൊണ്ടുപോയി പാതി വഴിയിൽ മർക്കോസ് തിരികെ പോയി. അടുത്ത യാത്രയിൽ മർക്കോസിനെ കൂട്ടിക്കൊണ്ടു പോകണം എന്ന് ബർന്നബാസ് പറഞ്ഞപ്പോൾ പൗലോസ് പറഞ്ഞു, വേണ്ട, നമ്മോടുകൂടെ വന്നിട്ട് കുറെ കഴിഞ്ഞപ്പോൾ തിരിച്ചു പോയി ഒരുവനെ കൂട്ടിക്കൊണ്ടു പോകണ്ട എന്ന് പൗലോസ് പറഞ്ഞു. അങ്ങനെ പൗലോസും ബർന്നബാസും തമ്മിൽ വഴി പിരിഞ്ഞു. ബർന്നബാസ് മർക്കോസിനെ കൂട്ടിക്കൊണ്ടും പൗലോസ് ശീലാസിനെ കൂട്ടിക്കൊണ്ടും പോയി എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ വേല ചെയ്യുന്ന കാര്യത്തിൽ എന്നാ ബർന്നബാസ് ഇല്ല, അതുകൊണ്ട് പോകണ്ടെന്ന് പൗലോസ് ഇല്ലാത്തത് കൊണ്ട് പോകണ്ടെന്ന് ബർന്നബാസോ വിചാരിച്ചില്ല. കർത്താവിനോടുള്ള ആ സ്നേഹത്തിൽ, ആ ഏക മനസ്സിൽ അവർ രണ്ടുപേരും ഭൗതികാര്യങ്ങളിൽ അവർക്ക് ചില ആശയപരമായി അവർ വഴി പിരിഞ്ഞെങ്കിലും മർക്കോസിനെ കൊണ്ടുവന്ന കാര്യത്തിൽ കർത്താവിനോടുള്ള സ്നേഹത്തിൽ ഒരു മനസ്സായിരുന്നു രണ്ടുപേരുടെയും. അതുകൊണ്ടാണ് കർത്താവിന്റെ വേലയിൽ അവർ മുൻപോട്ട് പോകുന്നത്. നമുക്കറിയാം, പൗലോസിന്റെ ശുശ്രൂഷയുടെ അവസാനം വരുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്ക് പ്രയോജനമുള്ളവനാകിയാൽ അവനെ കൂട്ടിക്കൊണ്ടു വരികയെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ബർന്നബാസ് പറഞ്ഞതായിരുന്നു ശരിയെന്ന് അവസാനം തെളിയുകയാണ്. ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം, നമ്മുടെ മനസ്സ് പിശാച് കവർന്നു കളയുവാൻ ഇടയുണ്ടാകരുത്, ഇരു മനസ്സ് നമുക്കുണ്ടാകരുത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം. അത് കർത്താവിനോടുള്ള നമ്മുടെ സ്നേഹത്തെക്കുറിച്ച് യേശു പറഞ്ഞ വാക്കുകളൊന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 22-ാമത്തെ അധ്യായം 37-38 വാക്യങ്ങൾ. മത്തായി 22-ന്റെ 37-38 വാക്യങ്ങൾ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കൂ, യേശു പറയുന്ന വാക്കുകളാണ്. 1 പൂർണ്ണ ആത്മാവോടെ, 2 പൂർണ്ണ മനസ്സോടെ, 3 പൂർണ്ണ ഹൃദയത്തോടെ. പൂർണ്ണ എന്ന പദം 3 പ്രാവശ്യമാണ് ആ വാക്യത്തിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇരു മനസ്സ് നമുക്ക് പാടില്ല എന്നാണ് സാരം. പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ. അപ്പോൾ
അവിടെ രണ്ടു മനസ്സുള്ള ചിന്തയേയില്ല. കർത്താവിനെ സ്നേഹിക്കുവാൻ, കർത്താവിൻ്റെ വചനമനുസരിച്ച് നാം ഇറങ്ങി ആ വചനത്തിന് വേണ്ടി നാം ജീവിക്കുക. ദൈവത്തിൻ്റെ ആയുസ് അവിടെ പിന്നീട് തിരിഞ്ഞു ചിന്തിക്കുന്ന ഒരു കാര്യമേ വരുന്നില്ല എന്നുള്ളതാണ് സാരം. റോമയിലുള്ള ആളുകളോട് പൗലോസ് പറഞ്ഞപ്പോൾ, റോമർക്കെഴുതിയ ലേഖനം 12-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യമാണ്. അവിടെ മനസ്സിനോടുള്ള നമ്മുടെ സമീപനം, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് എങ്ങനെയായിരിക്കണം എന്നാണ് അവിടെ രേഖപ്പെടുത്തുന്നത്. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടുകൊണ്ടിരിപ്പീൻ എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ മനസ്സ് എപ്പോഴും മനസ്സിലൊരു രൂപാന്തരം വന്നുകൊണ്ടിരിക്കണമെന്നാണ് അർത്ഥം. നാം കർത്താവിന് വേണ്ടി ഹൃദയം കൊടുത്തു, സത്യമാണ്. പക്ഷെ പിന്നീടുള്ള നമ്മുടെ ജീവിതത്തിൽ പിശാച് നമ്മുടെ മനസ്സിനെ കൈവശമാക്കാൻ ശ്രമിക്കും. എന്നാൽ ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയുന്ന ഒരാൾക്ക് മനസ്സിൽ എപ്പോഴും ഈ രൂപാന്തരം വന്നുകൊണ്ടിരിക്കും, മാറ്റം വന്നുകൊണ്ടിരിക്കും. അതിന് ചെയ്യേണ്ടത് ദൈവഹിതം തിരിച്ചറിയണം. ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഇഷ്ടം എന്താണ്? ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കുള്ള ഉത്തരവാദിത്തങ്ങൾ എന്താണ്? അത് നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ ജീവിച്ചാൽ മനസ്സിൽ ഈ രൂപാന്തരം വന്നുകൊണ്ടിരിക്കുമെന്നുള്ളതാണ് സാരം. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അല്ലെങ്കിൽ പരിശുദ്ധാത്മ സ്നാനം അനുഭവിച്ചു, ഇതുകൊണ്ടൊന്നും തീർന്നില്ല. നമ്മുടെ മനസ്സിനെ പിശാച് കൈവശപ്പെടുത്താം എന്ന ചിന്ത നമുക്ക് വേണം. അതുകൊണ്ട് നമ്മളിൽ ഉണ്ടാകുന്ന എല്ലാ ചിന്തകളും, എല്ലാ തോന്നലുകളും, എല്ലാ ആഗ്രഹങ്ങളും അത് ദൈവഹിതത്തിലുള്ളതാണോ എന്ന് തിരിച്ചറിഞ്ഞ് നാം ജീവിക്കണമെന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. മറ്റൊന്ന്, തെറ്റായ ചിന്തകൾ പിശാച് നമുക്ക് തരും. തെളിവ് വായിക്കാം. ദിനവൃത്താന്തങ്ങളുടെ 1-ാമത്തെ പുസ്തകം 21-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. 1 ദിനവൃത്താന്തം 21:1. അനന്തരം സാത്താൻ ഇസ്രയേലിന് വിരോധമായി എഴുന്നേറ്റ് ഇസ്രയേലിനെ എണ്ണുവാൻ ദാവീദിന് തോന്നിച്ചു. അപ്പോൾ പിശാച് ദാവീദിന് ഒരു തോന്നൽ കൊടുത്തെന്നാണ് ഇവിടെ പറയുന്നത്. രാജാവിന് ഒരു തോന്നൽ കൊടുത്തത്. രാജാവിന്റെ ഹൃദയത്തിൽ പിശാച് തോന്നിപ്പിച്ചെങ്കിൽ പിന്നെ നമ്മുടെ കാര്യം ഇതെല്ലാം പറയണം. രാജാവ് എന്ന് പറഞ്ഞാൽ അഭിജ്ഞനാണെന്നുള്ള കാര്യം ഓർക്കണം. തീർച്ചയായും നമ്മുടെ തോന്നലുകളെല്ലാം ദൈവം തരുന്നതാകണമെന്ന് നിർബന്ധമില്ല. പത്രോസിനൊരു തോന്നലുണ്ടായി. എന്നാ തോന്നലെന്നറിയാവോ? മത്തായി 16-ലാണ് യേശു തനിക്ക് സംഭവിക്കുവാൻ പോകുന്ന ക്രൂശീകരണത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ പത്രോസ് പറയുകയാണ്, ഗുരു, അത് നിനക്ക് ഭവിക്കരുത്. പത്രോസിന്റെ മനസ്സിൽ ഒരു തോന്നലുണ്ടായത് യേശുവിനെ മാറ്റിക്കൊണ്ടു നിർത്തി പറഞ്ഞപ്പോൾ യേശു എന്നാ പറഞ്ഞു? ഓ സാത്താനേ എന്നാണ് യേശു പറഞ്ഞത്. അർത്ഥം, പത്രോസിനുണ്ടായ ആ തോന്നൽ പത്രോസ് പറഞ്ഞത് പിശാച് കൊടുത്തതാണ്. ആരാ പത്രോസ്? യേശുവിനോടൊപ്പം സഞ്ചരിക്കുന്ന പത്രോസ്. യേശു ചെയ്ത അടയാളങ്ങളുടെ എല്ലാം സാക്ഷി. ആ പത്രോസ് പിശാചിന്റെ തോന്നലുണ്ടായെങ്കിൽ നമ്മുടെ കാര്യം ഒരു പറയണം. അതുകൊണ്ട് മനസ്സിൽ തോന്നുന്നതെല്ലാം ദൈവം തരുന്നതാണെന്ന് നിർബന്ധം ഇല്ല. ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു സ്ഥലത്ത് ബൈബിൾ ക്ലാസ്സിൽ പോയി ക്ലാസ് കഴിഞ്ഞപ്പോൾ പ്രായമുള്ള ഒരു സഹോദരി അവർ എന്നോട് പറഞ്ഞു, സാറേ എനിക്കൊരു സംശയം ചോദിക്കാനുണ്ട്. അവിടെ എന്നോട് ഞാൻ ചർച്ചിൽ നിന്ന് ഇറങ്ങി ഞാൻ നടന്നു, വണ്ടി കിടക്കുന്ന സ്ഥലത്തോട് കുറച്ച് നടന്നപ്പോൾ കുറേ നടന്നു. ഞാൻ നിന്ന് അവർ പറഞ്ഞു, അവർ ബസ്സിൽ യാത്ര ചെയ്ത് വന്നപ്പോൾ ദൈവം ഒരു ദർശനം കൊടുത്തു, അതിനുശേഷം ഒരു വാക്യം കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് വാക്യമൊക്കെ എടുത്ത് എന്നെ കാണിച്ചു. എന്നിട്ട് എന്നോട് ചോദിച്ചു, എനിക്ക് അതിൻ്റെ വിശദീകരണം അറിയത്തില്ല, വിശദീകരണം എന്താണ്? ഞാൻ പറഞ്ഞു, വ്യക്തിപരമായ കർത്താവിനോടുള്ള സ്നേഹത്തിൽ നാം ജീവിക്കണമെന്നാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഇടയ്ക്കൊക്കെ ദൈവം പ്രവചനം തരാറുണ്ട്, ഞാനതൊക്കെ പറയാറുണ്ട്.
എന്നാൽ ഇതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വ്യക്തിപരമായി ജീവിക്കണമെന്നേ അർത്ഥമുള്ളൂ. ഒരാൾ പറഞ്ഞു ഞാൻ കണ്ട ദർശനത്തിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു അതെനിക്കറിയുന്നില്ല. അത് ഈ വചനത്തോടുള്ള ബന്ധത്തിൽ നിങ്ങൾ ആ ദർശനം എന്തായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കി, അല്ലെങ്കിൽ ദർശനം തന്ന ദൈവത്തോട് അതിൻ്റെ അർത്ഥം ചോദിക്കുകയും ചെയ്യുകയാണ് ആവശ്യം വരുന്നത്. നേരം അവരോട് ഇടപെട്ട വചനവുമായിട്ട് ബന്ധമില്ലാത്ത ഒരു വ്യാഖ്യാനമാണ് അവരുടെ ഹൃദയത്തിലുള്ളത്. അവരതെന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് പറയാൻ എനിക്ക് സാവകാശമില്ല, അല്ലെങ്കിൽ ഞാൻ താല്പര്യപ്പെടുന്നില്ല, എനിക്കറിയില്ല എന്ന് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം, നമ്മുടെ മനസ്സിലുണ്ടാകുന്ന എല്ലാ തോന്നലുകളും ചിന്തകളും ദൈവികമാണെന്ന് നമുക്ക് പറയാൻ കഴിയും. എന്നാൽ വേദപുസ്തകം നമ്മൾ വായിച്ചാൽ അത് ആ പശ്ചാത്തലത്തിൽ നിന്ന് എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ് സാരം. പറഞ്ഞു വരുന്നത്, നമ്മളിൽ ഉണ്ടാകുന്ന ചിന്തകൾ എല്ലാം ദൈവികമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് പൗലോസ് കൊലോസ്യരുടെ ആളുകളോട് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം 1-2 വാക്യങ്ങളാണ്. കൊലോസ്യർ 3-ന്റെ 1-2 വാക്യങ്ങൾ. ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിനെന്നാണ് മലയാളത്തിൽ, ചിന്തിപ്പിനെന്നാണ് മൂലഭാഷ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചിന്തകൾ ഉയരത്തിലുള്ളതുമായി നാം സെറ്റ് ചെയ്യണമെന്നാണ് അർത്ഥം. സെറ്റ് യുവർ മൈൻഡ് ഓൺ ഹൈ വിച്ച് ഈസ് അബോവ് എന്നാണ്. സ്വർഗത്തിലുള്ളതുമായിട്ട് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ സെറ്റ് ചെയ്തു കൊണ്ടുപോകണമെന്നാണ്, ഒരുമിപ്പിച്ച് കൊണ്ടുപോകണമെന്നാണ് അർത്ഥം. ഭൂമിയിലുള്ള കാര്യങ്ങളോടുള്ള ബന്ധത്തിലാണ് പിശാച് നമുക്ക് ചിന്തകൾ തന്ന് നമ്മുടെ ചിന്തകളെ മാറ്റിക്കളയുന്നത്. എന്നാൽ ഉയരത്തിലുള്ളതുമായി നമ്മുടെ ചിന്തകളെ നമ്മൾ സെറ്റ് ചെയ്ത് ക്രമീകരിച്ചു പോയാൽ നമുക്ക് നമ്മുടെ ചിന്തകളിലുള്ള പിശാചിന്റെ സ്വാധീനത്തിൽ നിന്നും ഒഴിവുള്ളവരാകാനെന്ന് ഞാൻ പറയുന്നില്ല, വളരെ കുറവ് ഉണ്ടാകുമെന്നുള്ളതാണ് സാരം. സെറ്റ് ചെയ്യുക എന്നുള്ളതിന് ഒരിക്കലും ഒരു ചിന്തകൻ എഴുതിയത് ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ ഓർമ്മ. ഒരിക്കൽ ഒരു വാച്ച് വിൽക്കുന്ന കടയിൽ എല്ലാ ദിവസവും ഒരു ആഴ്ചയിലെ പല ദിവസങ്ങളിൽ ഒരാൾ വന്ന് ആ കടയിലെ ക്യാഷ്യർ ഇരിക്കുന്ന കസേരയുടെ മുകളിൽ തൂക്കിയിട്ടുള്ള ക്ലോക്കിൽ വന്നിങ്ങനെ 1 മിനിറ്റ് നോക്കി. അതിനുശേഷം ഇദ്ദേഹം ഈ കടയിൽ നിന്ന് നടന്നു. ഒരാഴ്ചയായി തുടർച്ചയായി ഒരാൾ വന്നിങ്ങനെ ചെയ്യുകയാണ്. ആ കടയിൽ വാച്ച് നന്നാക്കുന്ന റിപ്പയറർ ഇത് ശ്രദ്ധിച്ചു. ഒരു ദിവസം ഇദ്ദേഹം വന്നിങ്ങനെ നോക്കി നിൽക്കുന്നത് കണ്ടിട്ട് അദ്ദേഹം കടയിൽ നിന്ന് നടന്നു പോകുന്നത് കണ്ടുകൊണ്ട് പുറകെ ഇദ്ദേഹം ഇറങ്ങി ചെന്നിട്ട് ചോദിച്ചു, നിൽക്കണം, ഒരു കാര്യം ചോദിക്കാറുണ്ട്. അദ്ദേഹം നിന്നു. അപ്പോൾ ചോദിച്ചു, താങ്കളെ ഞാൻ ശ്രദ്ധിക്കുന്നു, കഴിഞ്ഞ ഒരാഴ്ചയായി ഇവിടെ വന്ന് ഞങ്ങളുടെ ക്യാഷ്യർ ഇരിക്കുന്ന സീറ്റിന്റെ മുകളിലുള്ള ആ ക്ലോക്കിൽ നോക്കിയിട്ട് താങ്കൾ ഒന്നും ഇടാതെ നടന്നു പോകുന്നു, കാരണം എന്താണ്? നേരെ അദ്ദേഹം പറഞ്ഞു, ഞാനാണ് ഇവിടെ ഈ സൈറൺ മുഴക്കുന്നയാള്, സൈറണർ ഞാനാണ്. നിങ്ങൾ ഈ കടയിലെ ക്ലോക്കിന്റെ ആ സമയം അനുസരിച്ചാണ് ഞാനിവിടെ 1 മണിക്കും 12 മണിക്കും വൈകിട്ട് 5 മണിക്കും 8 മണിക്കും ഒക്കെ സൈറൺ മുഴക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വാച്ച് നന്നാക്കിയ ആൾ ചിരിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യമായി അദ്ദേഹം ചോദിച്ചു, എന്തുകൊണ്ടാണ് താങ്കൾ ചിരിച്ചത്? അന്നേരം പറഞ്ഞ, അല്ല, ഞാനിവിടെ നന്നാക്കി വെക്കുന്ന വാച്ചുകളൊക്കെ അതിൻ്റെ സമയം ക്രമീകരിക്കുന്നത് നിങ്ങൾ അടിക്കുന്ന സൈറൺ കേട്ടാണ് ഞാൻ ഈ വാച്ചൊക്കെ ശരിയാക്കുന്നത്. നിങ്ങൾ സൈറൺ അടിക്കുന്നത് ഈ കടയിലെ വാച്ച് നോക്കി സെറ്റ് ചെയ്യുക. സൈറൺ അടിക്കുന്നയാൾ ആ കടയിലെ ക്ലോക്ക് നോക്കിയാണ് അദ്ദേഹത്തിന്റെ സമയം സെറ്റ് ചെയ്യുന്നത്. അദ്ദേഹം അടിക്കുന്ന സൈറൺ കേട്ടാണ് വാച്ച് നന്നാക്കുന്നവൻ സമയം സെറ്റ് ചെയ്യുന്നത്. നമ്മളെ എവിടെ നോക്കിയാണ് നമ്മുടെ ഹൃദയത്തെ സെറ്റ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് കൊലോസ്യരുടെ ആളുകളോട് പറഞ്ഞത്, നിങ്ങളുടെ മനസ്സ് നിങ്ങൾ ഉയരത്തിലുള്ളതുമായിട്ട് സെറ്റ് ചെയ്യണം. ഉയരത്തിലുള്ളതുമായിട്ട് സെറ്റ് ചെയ്യുന്നില്ലെങ്കിൽ സംഭവിക്കുന്നത് പിശാച് നമ്മുടെ ഹൃദയത്തെ കൈവശമാക്കാം. ഇവിടെയുള്ള കാര്യങ്ങളൊന്നും അല്ല പറയുന്നത്. ഞാൻ ഓർക്കുന്നുള്ളൊരു സംഭാഷണത്തിൽ ഞാനവിടെ ഉണ്ടാകും. ആ വീട്ടിലെ ഒരാൾ, അവരുടെ ഒരു ബന്ധു ആ വീട്ടിൽ വന്ന്
പണപരമായ വളരെ കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ചു. പണപരമായ കാര്യം, പണം വർദ്ധിക്കുന്ന കാര്യം, പണത്ത് വസ്തുക്കൾ വാങ്ങുന്ന കാര്യം, ഇങ്ങനെ പണത്തിന്റെ വർധനവിനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കും. ആ വീട്ടിലെ ഒരു ചെറിയ കൊച്ച് കുടിയാൽ ഒരു 9 വയസ്സ് പ്രായം വരും. ആ കുട്ടിയും ഈ സംഭാഷണം മുഴുവൻ ശ്രദ്ധിച്ചു കഴിഞ്ഞ അവസാനം ആ കുട്ടി ആ പ്രായമുള്ള ആളോട് ചോദിച്ചു, അവൾ ഈ ലോകത്തിൽ ജീവിക്കാനുള്ളതൊക്കെ പോലെ അതിൽ കൂടുതൽ മനുഷ്യന് ആവശ്യമുണ്ടോ? വാസ്തവത്തിൽ ആ പ്രായമുള്ള ആൾ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ അവിടെ തീർന്നു ആ കുട്ടിയുടെ ചോദ്യത്തിൻ്റെ മുമ്പിൽ. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം, നമ്മൾ വളരെ ശ്രദ്ധയോടെ നമ്മുടെ മനസ്സ് എവിടവുമായി നമ്മൾ സെറ്റ് ചെയ്യുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മുടെ ജീവിത ലക്ഷ്യങ്ങൾ എന്നുള്ളതാണ് സാരം. ഇവിടെ നമ്മൾ വായിക്കുന്നത് ഉയരത്തിലുള്ളത് ചിന്തിപ്പി. ഫിലിപ്പിയർ 4:8 വരുമ്പോൾ ആ ലേഖനത്തിൻ്റെ ഒരു പരിസമാപ്തിയാണ്. ആ ലേഖനത്തിൻ്റെ പരിസമാപ്തിയിൽ ഒടുവിൽ എന്ന പദമാണ് പൗലോസ് ഉപയോഗിക്കുന്നത്. ഒടുവിൽ മുകളിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളുടെ മനസ്സും ഉയരത്തിലുള്ളതുമായി സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, ഒടുവിൽ സഹോദരന്മാരെ സത്യമായത്, ഘനമായത്, നീതിയായത്, നിർമ്മലമായത്, രമ്യമായത്, സൽകീർത്തിയായത്, സൽഗുണമോ പുകഴ്ചയോ അതൊക്കെ ചിന്തിച്ചുകൊള്ളി. അപ്പോൾ നമ്മുടെ ചിന്തയിൽ ഉണ്ടാകേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ ഒടുവിൽ എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് പൗലോസ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചിന്തയിൽ സത്യമല്ലാത്തത് വന്നാൽ ഓർത്തോണം, അത് പിശാചിന്റെ ചിന്തയാണെന്ന് ഓർത്തോണം. ഘനമില്ലാത്ത, ഘനമായെന്ന് പറയുന്നത് ഇവിടുത്തെ വെയിറ്റിന്റെ കാര്യമല്ല ഘനമെന്ന് പറയുമ്പോൾ, മറിച്ച് ആ നിത്യതയോടുള്ള ബന്ധത്തിൽ നിലനിൽക്കുന്നത് എന്ന ആശയത്തിലാണ് പൗലോസ് പറയുന്നത് ഘനമായതെന്ന് പറയുന്നത്. ചില ആളുകൾ പറയാറുണ്ട്, അല്ലെ സംസാരിക്കുമ്പോൾ ഒരു ഗൗരവമുള്ള കാര്യം പറയുമ്പോൾ നിങ്ങൾ തമാശ പറയുമെന്ന് പറയാറില്ലേ, അതിനെ ഘനമായതെന്ന് പറയുന്നത്. ഇപ്പൊ ഗൗരവമായിട്ടൊരു കാര്യം പറയുമ്പോൾ അതിനെ തമാശയാക്കി കളഞ്ഞാൽ ആ കാര്യത്തിന്റെ ഘനം, അതാണ് അവിടെ ഘനമായത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഘനമായത്, നീതിയായത്. നീതിക്ക് വിരുദ്ധമായ ചിന്തകൾ നമ്മളിൽ ഉണ്ടാകുമ്പോൾ ഓർത്തോണം, അത് പിശാച് തരുന്ന ചിന്തയാണെന്നുള്ള കാര്യം ഓർത്തോണം. പിന്നെ പറയാം നിർമ്മലമായത്, മലിനതയില്ലാത്ത, തിന്മയില്ലാത്ത, തെറ്റില്ലാത്ത ആ ചിന്ത നമ്മുടെ മനസ്സിൽ വേണം. നിർമ്മലമായത്, രമ്യമായത്, വഴക്കുണ്ടാക്കാനുള്ള ചിന്തയല്ല, സമാധാനത്തിലുള്ള ചിന്തകൾ. വഴക്കുണ്ടാക്കാനുള്ള ചിന്ത ഒത്തിരി ഉണ്ടാകും നമ്മളിൽ, പക്ഷേ അത് വരുമ്പോഴേ ഓർത്തോണം, ഞാനിത് പറഞ്ഞാൽ കേൾക്കുന്ന ആൾക്ക് സന്തോഷം ഉണ്ടാകുമോ, വീട്ടിൽ സമാധാനം ഉണ്ടാകുമോ, അതോ കേൾക്കുന്ന ആളുടെ പ്രഷർ വർദ്ധിക്കുമോ? ഇത് ചിന്തിക്കണം ആ സാരം. അതുകൊണ്ട് രമ്യമായതെന്ന് പറയുന്നത് ഇനി വിടാതിരുന്നാലും കുഴപ്പമൊന്നും ഇല്ല എന്നുള്ളതാണ് സാരം. അതെ, രമ്യമായത്. എന്നിട്ട് പറയുകയാണ് സൽകീർത്തിയോ പുകഴ്ചയോ ആയത്. തെറ്റായ കാര്യമല്ല, സൽകീർത്തി, പുകഴ്ച ആയത്. എന്നിട്ട് പറയുക ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കണം. അപ്പോൾ ഇതിന് വിരുദ്ധമായ ചിന്തകൾ നമ്മൾ ഉണ്ടാകുമ്പോൾ ഓർക്കണം, നമ്മുടെ ഹൃദയത്തെ പിശാച് കൈവശമാക്കാൻ ശ്രമിക്കുന്നു എന്ന ചിന്ത നമുക്കുണ്ടാകണം. അവിടെ സദൃശ്യം 4:23 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. സദൃശ്യം 4:23 അവിടെ ശലോമോന്റെ വാക്കുകളാണല്ലോ. ഇവിടുത്തെ സാമൂഹിക ജീവിതത്തിൽ നാം എങ്ങനെയായിരിക്കണം, നമ്മുടെ പ്രായോഗികത. സദൃശ്യം 4:23 സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാക്കണമെന്ന്. നമ്മള് സകല ജാഗ്രതയോടും കൂടെ നീ താമസിക്കുന്ന വീട് സ്ഥലവും കാക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. സകല ജാഗ്രതയോടും കൂടെ നിന്റെ സമ്പാദ്യം സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ ശലോമോൻ പറയുകയാണ്, സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ നീ സൂക്ഷിക്കണമെന്ന്. ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിലുണ്ടല്ലോ നമ്മുടെ ചിന്തകളിൽ പിശാച് പ്രവർത്തിക്കും. ഞാൻ പറയാം, ഒരുവന്റെ ചിന്തയിലാണ് ആദ്യമേ പിശാച് സ്വാധീനം ചെലുത്തി അവനെ പാപത്തിലോട്ട് കൊണ്ടുപോകുന്നത്. ചിന്തയിൽ സ്വാധീനം ചെലുത്തിയാണ്.
അപ്പോൾ നമ്മുടെ ഹൃദയത്തെ സകല ജാഗ്രതയോടും കൂടെ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ, ഹൃദയത്തെ കാത്തുകൊള്ളുകയാണെങ്കിൽ, നമുക്ക് പിശാചിന്റെ ആ തന്ത്രത്തിൽ നിന്ന് നമുക്ക് ഒഴിവുള്ളവരാണ്. അതിന്റെ അടുത്ത വാക്യം കൂടെ വായിക്കണേ. ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. അപ്പോൾ നമ്മുടെ ഹൃദയം തെറ്റിപ്പോയി കഴിഞ്ഞാലോ ആ നിത്യജീവനെ നമുക്ക് തുടരെ നോക്കുകയാണ് എന്നുള്ളതാണ് സാരം. അതുകൊണ്ട് നമ്മുടെ ഹൃദയം എപ്പോഴും വിശുദ്ധമായി സൂക്ഷിക്കണം. യേശു പറഞ്ഞ വാക്ക് മത്തായി സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അപ്പോൾ ഹൃദയം ശുദ്ധമായി ഇരിക്കുകയാണെങ്കിൽ ദൈവത്തെ കാണുമെന്നുള്ള അർത്ഥമാക്കുന്ന ദൈവ സാന്നിധ്യത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയും. അങ്ങനെയെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, പിശാചിന്റെ ഈ തന്ത്രം നമ്മുടെ മനസ്സിനെ സ്വാധീനമാക്കുവാനുള്ള പിശാചിന്റെ തന്ത്രത്തിൽ നിന്ന് നാം ഒഴിവുള്ളവരാകണം. ഞാൻ ഒഴിവുള്ളവനല്ല, നിങ്ങൾ ആരും ഒഴിവുള്ളവരല്ല. എന്നാൽ ഈ തന്ത്രത്തെ നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമുക്ക് ഒഴിവുള്ളവരാകാം എന്നുള്ള കാര്യം നമ്മുടെ മനസ്സിലുണ്ടാകണം. പിശാച് നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ചിട്ടുണ്ടോ? അല്ല, പിശാചിന്റെ നിയന്ത്രണത്തിൽ ഒരുത്തന്റെ മനസ്സായാൽ അയാൾ എങ്ങനെയായിരിക്കും എന്ന് ഞാനങ്ങ് പറഞ്ഞേക്കാം. ഒന്ന്, തെറ്റ് സമ്മതിക്കുകയാണ്. ഒരാളുടെ തെറ്റ് പറഞ്ഞു കൊടുത്താൽ തെറ്റ് സമ്മതിക്കുക. അവർക്ക് ഒരു തെറ്റുമില്ലെന്നുള്ള ചിന്തയിലേ ജീവിക്കുള്ളൂ. അല്ല, തെറ്റ് സംഭവിക്കാം എന്നുള്ള ഒരു ചിന്ത അവരിൽ ഉണ്ടാവുകയില്ല. തെറ്റ് അംഗീകരിക്കുക, കാര്യകാരണ സഹിതം തെളിവോടുകൂടെ ഇന്ന കാര്യങ്ങൾ ഇന്ന കാരണത്താൽ ഇന്ന തെളിവുകളോടുകൂടെ തെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല, പോയിട്ടെന്നാണ്. അത് പിശാച് ഹൃദയം കൈവശമാക്കിയതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ ഒരു തെളിവാണ് തെറ്റ് സമ്മതിക്കാതിരിക്കുക. രണ്ട്, തെറ്റ് നിഷേധിക്കും എന്ന് പറഞ്ഞാൽ തെറ്റ് സംഭവിച്ചാലും ചെയ്തില്ല എന്ന് പറയും, ചെയ്തത് ചെയ്തില്ലെന്ന് പറയും, തെറ്റ് നിഷേധിക്കും. അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഈ തെറ്റിനെ ആരോപിക്കും. ഇന്നിന്ന ആളൊക്കെ കാരണമാണ് ഇന്നത് സംഭവിച്ചത്, നമ്മുടെ കുഴപ്പം കൊണ്ടൊന്നുമല്ല, ഇന്നിന്ന ആളുകളൊക്കെ കാരണം ഇന്നത് സംഭവിച്ചു, മറ്റുള്ളവരിലേക്ക് തെറ്റ് ആരോപിക്കും. അത് തന്നെയാണ് ഏതൻ തോട്ടത്തിൽ സംഭവിക്കുന്നത്. ദൈവം വന്ന് ചോദിക്കുമ്പോൾ ആദ്യം പറയുക എൻ്റെ കുഴപ്പമല്ല, ഹവ്വായുടെ കുഴപ്പം. ഹവ്വ പറയുക എൻ്റെ കുഴപ്പമൊന്നുമല്ല, ആ പാമ്പിൻ്റെ കുഴപ്പമാണ്. ഇപ്പൊ തെറ്റ് ആരും സമ്മതിക്കുന്നില്ല, മറ്റുള്ളവരിലേക്ക് ആരോപിക്കുകയാണ് ചെയ്യുന്നത്. അത് പിശാച ഹൃദയം കൈവശമാക്കിയതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. പ്രിയ സഹോദരങ്ങളെ, എവിടെയെങ്കിലും തെറ്റ് സംഭവിച്ചെങ്കിൽ തെറ്റിപ്പോയി എന്ന് സമ്മതിക്കുകയും അതിനെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയും ചെയ്ത് ആ തെറ്റിൽ അകപ്പെടാതെ നാം ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. മറ്റൊന്ന്, പിശാച് ഹൃദയം കൈവശമാക്കി കഴിയുമ്പോൾ കള്ളം പറയും. തെറ്റിനെ മറയ്ക്കാൻ വേണ്ടി കള്ളം പറയും. പിന്നീട് അവരറിയുന്നില്ല കള്ളം പറയുന്നതോടും തെറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം അവർ ഓർക്കുന്നു പോലുമില്ല. തെറ്റിനെ മറയ്ക്കാൻ കള്ളം പറയുക, അതും സംഭവിക്കും. യേശു പറഞ്ഞ ഒരു വാക്യം പറഞ്ഞ് ഞാൻ ഈ ചിന്ത ഇവിടെ നിർത്തുകയാണ്. യേശു പറഞ്ഞു, നിനക്ക് അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ ഇനി പാപം ചെയ്യരുത്. അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ. അവിടെ അധികം തിന്മയായത് ഭവിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ പനി വരുമെന്നോ നടുവേദന വരുമെന്നോ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുമെന്നോ അല്ല പറഞ്ഞത്. അധികം തിന്മയായ നിത്യ നരകം നിനക്ക് കിട്ടാതിരിക്കണമെങ്കിൽ ഇവിടെ പാപം ചെയ്യാതെ ജീവിക്കണമെന്നാണ് പറഞ്ഞത്. പ്രിയ സഹോദരങ്ങളെ, അധികം തിന്മയായത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ദൈവരാജ്യത്തിന്റെ അംഗങ്ങളായ ആളുകൾക്ക് ആ പിതാവിന്റെ രാജ്യത്തിന്റെ അവകാശം കിട്ടും. അങ്ങനെയാണെങ്കിൽ പിശാചിന്റെ നിയന്ത്രണത്തിൽ ജീവിക്കുന്നവന് പിശാചിനും അവരുടെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നി കിട്ടും. ദൈവത്തെ സ്നേഹിച്ച് ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ആ ദൈവത്തിന്റെ രാജ്യത്തിന്റെ അവകാശമാണെങ്കിൽ പിശാചിന്റെ നിയന്ത്രണത്തിൽ ഇവിടെ ജീവിച്ചാൽ നമുക്ക് കിട്ടുന്നത് പിശാചിനുള്ള അവകാശമാണ്. അവനുള്ള അവകാശം അവനവന്റെ ദൂതന്മാർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്
നിത്യ അഗ്നിയാണ് എന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ നാം കാത്തു സൂക്ഷിക്കണം. ഹൃദയത്തെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിൽ നിർമ്മലതയിൽ നാം കാത്തു സൂക്ഷിക്കണം. നമ്മുടെ ചിന്തകൾ നിത്യതയുടെ ബന്ധത്തിൽ ആയിരിക്കണം. നമ്മുടെ പ്രവൃത്തികൾ എല്ലാം വചനത്തോടുള്ള ബന്ധത്തിൽ ദൈവഹിതം തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കണം. അപ്പോൾ അവിശ്വാസികളുടെ മനസ്സിൽ പിശാച് ചെയ്യുന്ന പ്രവർത്തനവും വിശ്വാസികളുടെ മനസ്സിനെ പിശാച് സ്വാധീനിക്കുവാൻ സാധ്യതയുള്ള മേഖലകളുമാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. എന്തെങ്കിലും നിങ്ങൾക്ക് വിശദീകരണം വേണമെങ്കിൽ ചോദിക്കാം. ശത്രുവിൻ്റെ സ്ഥാനത്തെക്കുറിച്ച് കൂടെ പറഞ്ഞിട്ട് ഞാനൊരു സമയം തരാം. ശത്രുവിൻ്റെ സ്ഥാനം നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ശത്രുവിനോട് നമുക്ക് യുദ്ധം ചെയ്യുവാൻ നമുക്ക് സാധ്യമാണ്. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പി എന്നാണ് നമ്മൾ വായിക്കുന്നത്. എഫെസ്യർ വായിച്ചു തുടങ്ങിയത് തന്നെ യുദ്ധം ചെയ്യുവീൻ എന്നുള്ള ഒരു പദം വായിച്ചാണ് നമ്മൾ തുടങ്ങിയത്. വായിക്കാം എഫെസ്യർ 6:12. എഫെസ്യർ 6:12. നമുക്ക് യുദ്ധമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോട്, അധികാരങ്ങളോട്, ഈ അന്ധകാര ലോകത്തിന്റെ ലോകാധിപതികളോടാണ്. അന്ധകാരത്തിന്റെ ലോകാധിപതികളോടാണ് നമുക്ക് യുദ്ധമുള്ളത്. ജഡരക്തങ്ങളോടല്ല, മനുഷ്യരോടല്ല നമുക്ക് യുദ്ധമുള്ളത്. ഏറ്റവും ആദ്യം തന്നെ പൗലോസ് അത് പറയുകയാണ്, നമുക്ക് യുദ്ധമുള്ളത് മനുഷ്യരോടല്ല. വ്യക്തിപരമായി ഒരു മനുഷ്യരോട് നമുക്ക് യുദ്ധമില്ല. ജഡരക്തങ്ങളോട് നമുക്ക് യുദ്ധമില്ല. നമുക്ക് യുദ്ധമുള്ള 4 മേഖലകളാണ് ഇവിടെ പറയുന്നത്. 4 മേഖലകൾ. 1 വാഴ്ചകൾ, 2 അധികാരങ്ങൾ, 3 അന്ധകാരത്തിന്റെ ലോകാധിപതികൾ, സ്വർലോകത്തിലെ ദുഷ്ടാത്മസേന. 4 വാക്കുകളാണ് പൗലോസ് ഉപയോഗിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് ഈ 4 മേഖലകൾ, നമുക്ക് യുദ്ധമുള്ള മേഖലകൾ? 1 വാഴ്ചകൾ എന്നാണ് ഇവിടെ വായിക്കുന്നത്. ഈ ലോകത്തിന്റെ ഭരണ സംവിധാനത്തിൽ നമുക്കറിയാം അധികാരസ്ഥന്മാരുണ്ട്. അവരുടെ കീഴിൽ ആളുകൾ പല നിലകളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. പല നിലകളിൽ റോമൻ ഭരണത്തിന് കീഴിലും ആ അർത്ഥങ്ങളിലുള്ള ശതാധിപൻ, 1000 പേർക്കധിപൻ, 100 പേർക്കധിപൻ, 10 പേർക്കധിപൻ, ഇങ്ങനെയുള്ള അധികാരത്തിന്റെ വിഭജനം ഉണ്ടായിരുന്നു. ഈ ലോകത്തിലുള്ള എല്ലാ വ്യവസ്ഥിതികളിലും ഈ അധികാര വിഭജനം, വികേന്ദ്രീകരണം, വ്യത്യാസം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ പിശാചിന്റെ ലോകത്തിലും ചില വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളതാണ് സാരം. അതിലൊന്ന് വാഴ്ചകൾ എന്നാണ് പറയുന്നത്. നമുക്കറിയാം യേശുവിനെ കുറിച്ച് യഹൂദന്മാരായ ആളുകൾ യേശു ചെയ്ത അടയാളങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, ഭൂതങ്ങളുടെ തലവനായ ബേൽസെബൂലിനെ കൊണ്ടാണ് ഇവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നത്. അപ്പോൾ ഭൂതങ്ങളുടെ തലവനെന്നാണ് യഹൂദന്മാർ അവിടെ ബേൽസെബൂലിനെ കുറിച്ച് പറയുന്നത്, ഭൂതങ്ങളുടെ തലവൻ. വാഴ്ചകൾ എന്ന് പറഞ്ഞാൽ സാത്താന്യ ലോകത്തിൽ ഉയർന്ന സ്ഥാനമുള്ള ഭൂതപ്രഭുക്കൾ എന്നാണ് പൊതുവെ കൊടുത്തിരിക്കുന്ന ഒരു വിശദീകരണം. ബെൽസെബൂൽ എന്ന് പറയുന്ന പോലെ അധികാരമുള്ള ആ അധികാരസ്ഥാനി. എന്നാൽ യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിലൂടെ എന്താണ് സംഭവിച്ചത്? കൊലോസ്യർ 2:15 വായിക്കാം. കൊലോസ്യർ 2:15. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. അപ്പോൾ എഫെസ്യ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞു, നിങ്ങൾക്ക് യുദ്ധമുള്ളത് വാഴ്ചകളോടും അധികാരങ്ങളോടും നിങ്ങൾക്ക് യുദ്ധമുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് കൊലോസ്യ ലേഖനത്തിൽ പറയുകയാണ്, യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിലൂടെ ഈ വാഴ്ചകളുടെ മേലും അധികാരങ്ങളുടെ മേലും അവൻ ആയുധവർഗം, ഇതിന്റെ ആയുധവർഗം വെപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ വാഴ്ചകളുള്ള ഭൂതത്തിന്റെ തലവന്മാർ ഉണ്ടെങ്കിലും ആ ഭൂതത്തിന്റെ തലവന്മാരുടെ ആയുധങ്ങളെ യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്താൽ വെപ്പിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ വാഴ്ചകളും അധികാരങ്ങളും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ ആരുടെ മനസ്സിൽ പേടിയുണ്ടാവുകയല്ല. ക്രിസ്തു വിശ്വസിച്ച് ജീവിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ മരണത്തിലൂടെ ആയുധമില്ലാത്ത ഒരധികാരിയെയാണ് നമ്മൾ കാണേണ്ടത്. അവനോടാണ് നമുക്ക്
യുദ്ധമുള്ളത് എന്ന് നമ്മുടെ മനസ്സിലുണ്ടാകണം. ആയുധവർഗം വെപ്പിച്ചു. കൊലോസ്യർ 2:10 കൂടെ വായിക്കൂ. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ശ്രദ്ധിക്കൂ. വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായി. പിശാച് അധികാരമുള്ളവനാണ്, വാഴ്ചയുണ്ടായിരുന്നു. പക്ഷേ ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിലൂടെ പിശാചിന്റെ വാഴ്ചയെ ഇല്ലാതെയാക്കി. ദൈവരാജ്യത്തിന്റെ അധികാരത്തിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ അവന്റെ വാഴ്ചകൾ ആയുധമില്ലാത്ത ഒരു യോദ്ധാവിനെ പോലെയാണ് പിശാചിന്റെ വാഴ്ചയെ നമ്മൾ കാണേണ്ടത്. രണ്ടാമത് ഉപയോഗിക്കുന്ന പദം അധികാരങ്ങൾ എന്ന പദമാണ്. അത് സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം ഇങ്ങനെയാണ് ഞാൻ വായിച്ചത്. ഭൂതങ്ങളുടെ തലവന്മാരുടെ ആജ്ഞകൾ പ്രാവർത്തികമാക്കുന്ന അധികാരികളെ അനുസരിച്ച് അധികാരികളുടെ ആജ്ഞാനുവർത്തികളായി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ദൂതന്മാർ, ഭൂതദൂതന്മാർ, അവരെയാണ് അധികാരങ്ങൾ എന്നുള്ള പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ദുരാത്മാക്കൾ. യേശുക്രിസ്തു പറയുന്ന വാക്ക് വായിക്കൂ. മത്തായി 28:18 വായിക്കൂ. യേശു പറഞ്ഞ വാക്കുകൾ. മത്തായി 28:18. യേശു പറയുകയാണ്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഇവിടെ വാഴ്ചകളും അധികാരങ്ങളും ഒക്കെയുണ്ട് പിശാചിന്റെ ലോകത്തിൽ. പക്ഷേ യേശുവിന് സകല അധികാരവും നൽകപ്പെട്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ പിശാചിന്റെ സാമ്രാജ്യത്തിൽ കാര്യങ്ങൾ പ്രായോഗികമാക്കുന്ന ദൂതന്മാരുണ്ട്, ഭൂതത്തിന്റെ ശിഷ്യന്മാരുണ്ട്. പക്ഷേ നമുക്കതിനെ പേടിക്കേണ്ട ആവശ്യമില്ല. യേശു പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഈ ലോകത്തിലുള്ള കുറെ അധികാരമേ പിശാചിന്റെ അധീനതയിലുള്ളൂ. ഈ ലോകം പിശാചിന്റെ അധീനതയിലാണ്. എന്നാൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടെന്നാണ് യേശു പറഞ്ഞത്. അങ്ങനെയെങ്കിൽ പിന്നെ നമുക്കതിനെ ഭയപ്പെടേണ്ടതായിട്ടില്ല, പിശാചിന്റെ അധികാരം. മൂന്നാമത് പറയുന്നത് അന്ധകാരത്തിന്റെ ലോകാധിപതികൾ എന്നാണ്. ലോകാധിപതികൾ എന്ന പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അർത്ഥം ഭൂമിയിലുള്ള ഭരണാധികാരികളെ നിയന്ത്രിക്കുന്ന പിശാചിന്റെ ശക്തി എന്ന ആശയമാണ്. അതിന് വിശദീകരിക്കുവാൻ 2 വാക്യങ്ങൾ വായിക്കാം. ഒന്ന് ദാനിയേൽ 10:3, യെഹെസ്കേൽ 28:2. ദാനിയേൽ 10:13, യെഹെസ്കേൽ 28:2. പാർസി രാജ്യത്തിന്റെ പ്രഭു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ രാജ്യത്തെ ഭരിച്ചിരുന്ന ഭരണാധികാരിയിൽ സ്വാധീനം ചെലുത്തിയിരുന്ന പിശാചിന്റെ ശക്തിയെ കുറിച്ചാണ് അവിടെ അർത്ഥമാക്കുന്നത്. പാർസി രാജ്യത്തിന്റെ പ്രഭു. യെഹെസ്കേൽ 28:2. ഇതിൽ വായിക്കുന്നത് സോർ രാജ്യത്തിലെ പ്രഭു എന്നുള്ള ഒരു വാക്യം. രണ്ടാമത്തെ വാക്യം അതാണ്, നീ സോർ പ്രഭുവിനോട് പറയേണ്ടത്. എന്നിട്ട് പറയാണ്, നിന്റെ ഹൃദയം നിഗളിച്ചു പോയി. അപ്പോൾ സോർ രാജ്യത്തിന്റെ പ്രഭു. സോർ എന്ന് പറയുന്ന ഒരു രാജ്യമാണ്, അതുപോലെ തന്നെ പാർസി രാജ്യമാണ്. അപ്പോൾ ഓരോ രാജ്യത്തെയും ഭരിക്കുന്ന ഭരണാധികാരികളിൽ സ്വാധീനം ചെലുത്തുന്ന പിശാചിന്റെ സൈന്യത്തിനാണ് അന്ധകാരത്തിന്റെ ലോകാധിപതികൾ എന്ന പദം ഉപയോഗിക്കുന്നത്. ഞാൻ സാത്താന്യ ശക്തികൾ എന്നുള്ള ഒരു പുസ്തകമുണ്ട്. ഞാനത് വായിക്കാൻ വളരെ ശ്രമിച്ചു. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വായിച്ച ചെറിയ ഓർമ്മയെ എൻ്റെ മനസ്സിലുള്ളൂ. ആ പുസ്തകം ഇവിടുത്തെ RSSകാരുടെ സ്വാധീനത്താൽ ആ പുസ്തകം ബാൻ ചെയ്ത പുസ്തകമാണ്. എന്നാൽ ഞാൻ വളരെ ശ്രമിച്ചെങ്കിലും എനിക്കത് വായിക്കാൻ കിട്ടി ഈ അടുത്ത കാലത്ത്. അത് ഇറക്കിയ കാലത്ത് ഒരു 15 വർഷം മുമ്പ് ഞാനത് വായിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിൽ ഈ ആശയങ്ങൾ വളരെ എഴുത്തുകാരൻ വ്യക്തമാക്കിയിട്ടുണ്ട്.
അപ്പോൾ ഇവിടുത്തെ ഭരണാധികാരികളെ നിയന്ത്രിക്കുന്ന പിശാചിന്റെ ശക്തികളുണ്ട് എന്നുള്ളതാണ് സാരം. അന്ധകാരത്തിന്റെ ലോകാധിപതികൾ. 1 വാഴ്ചകൾ, 2 അധികാരങ്ങൾ, 3 അന്ധകാരത്തിന്റെ ലോകാധിപതികൾ. ഇവിടുത്തെ സകല രാജ്യങ്ങളെയും ഭരിക്കുന്ന ഭരണാധികാരികളിൽ ഈ ലോകത്തിന്റെ പ്രഭുവായ പിശാച് ഒരു സ്വാധീനം ചെലുത്തും എന്നുള്ളതാണ് സത്യം. എന്നാൽ നമ്മുടെ കർത്താവായ യേശുവിനെ കുറിച്ച് പറയുമ്പോൾ വെളിപ്പാട് 11:15 ഈ ലോകത്തിന്റെ രാജ്യത്വങ്ങൾക്ക് ഒരു അന്തി വരുമെന്നാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. ഈ ലോക രാജ്യത്വം തീരും. ലോക രാജ്യത്വം നമ്മുടെ കർത്താവായ ക്രിസ്തുവിന് ലോകരാജ്യത്വമായി തീരും. കാരണം ഇന്ന് ഈ ലോകരാജ്യത്വം ഇവിടുത്തെ മനുഷ്യരെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന പിശാചിന്റെ അധീനതയിലാണ് ഈ ലോകരാജ്യത്വം. എന്നാൽ ഈ ലോകരാജ്യത്വത്തിന് ഒരു അറുതി വരികയും നമ്മുടെ കർത്താവായ ക്രിസ്തുവിന് ഈ ലോകരാജ്യത്വം ആയിത്തീരുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ അന്ധകാരത്തിന്റെ ലോകാധിപതികൾ ഇന്നുണ്ടെങ്കിലും ഈ രാജ്യത്വം ക്രിസ്തുവിനാകുന്നതോടെ പിശാചിന്റെ ആ അധികാരത്തിലും പൂർണ്ണ വിരാമം ഉണ്ടാവുകയും അതിൽ ജയമുണ്ടാവുകയും ചെയ്യുമെന്നുള്ളതാണ് സാരം. അപ്പോൾ വാഴ്ചകളുടെ മേൽ, അധികാരങ്ങളുടെ മേൽ ഇന്ന് ക്രിസ്തുവിലൂടെ നമുക്ക് ജയമുണ്ട്. ഈ ലോകത്തെ ഭരിക്കുന്ന ആളുകളെ നിയന്ത്രിക്കുന്ന പിശാചിന്റെ മേൽ യേശുവിന് രാജ്യത്വം ഉണ്ടാകുമ്പോൾ അവിടെയും പൂർണ്ണ വിജയം ലഭിക്കുവാൻ പോവുകയാണ്. പിന്നീട് പറയുന്നത് സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനകളെന്നാണ് അടുത്ത ഒരു വാക്ക് നമ്മൾ കാണുന്നത്. അതിനെക്കുറിച്ച് ചിലർ പറയുന്നത് ആകാശമണ്ഡലത്തിൽ സാത്താൻ വിന്യസിപ്പിച്ചിരിക്കുന്ന ഒരു കൂട്ടം ദുഷ്ടാത്മ സേനകളെന്നാണ്. അവരുടെ പ്രവർത്തനങ്ങളാണ് സുവിശേഷം പ്രചരിക്കാതിരിക്കാനുള്ള തന്ത്രങ്ങൾ ഉണ്ടാക്കുക, ദുരുപദേശങ്ങൾ പ്രചരിപ്പിക്കുക. ഇതൊക്കെ ഈ സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനകളുടെ സ്വാധീനത്താൽ നടക്കുന്നു എന്നാണ് പൊതുവെ കരുതിപ്പോരുന്നത്. അങ്ങനെ കരുതുന്നുണ്ട്. അതുപോലെ തന്നെ വ്യാജ അടയാളങ്ങൾ ചെയ്യുക, ഇതൊക്കെ പിശാചിന്റെ സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനകൾ എന്ന് പറയുന്ന ഒരു ഭാഗം സാത്താന്യ ദൂതന്മാർ ചെയ്യുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് പോരാട്ടമുള്ളത്, നമുക്ക് യുദ്ധമുള്ളത് ആരോടാണ്? മനുഷ്യരോടല്ല, മറിച്ച് വാഴ്ചകൾ, അധികാരങ്ങൾ, അന്ധകാരത്തിന്റെ ലോകാധിപതികൾ, സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേന, ഇതിനോടൊക്കെ നമുക്ക് ഈ ലോകത്തിന്റെ വ്യവസ്ഥിതികളിൽ നടക്കുന്നത് മുഴുവൻ തിന്മയും അനീതിയും അക്രമവും ഒക്കെയാണ് നടക്കുന്നത്. അതിനോട് നമ്മൾ വിയോജിക്കുന്നത് പിശാചിനോട് നമ്മൾ എതിർത്ത് നിൽക്കുകയാണ്. കൈക്കൂലി ചോദിക്കുന്നവന് കൊടുക്കാതിരിക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ പിശാചിനോട് എതിർത്ത് നിൽക്കുകയാണ്. എനിക്കറിയാം ഒരാളെ കുറിച്ച് ഈ അടുത്ത കാലത്ത് കൂടുതൽ അറിയാൻ കഴിയും. അദ്ദേഹത്തെക്കുറിച്ച് അറിഞ്ഞത് അദ്ദേഹം നീതിക്കും നിയമത്തിനും വിരുദ്ധമായ ഒരു കാര്യം ചെയ്യുകയായിരുന്നു. ഒരിക്കൽ ഗവൺമെന്റ് സർവീസ് ജോലി ചെയ്തിരുന്ന ഒരാൾ പറഞ്ഞ കാര്യമാണ് ഒരാൾ എന്നോട് പറഞ്ഞത്. ഇദ്ദേഹത്തിൽ നിന്നൊരല്പം പണം വാങ്ങാൻ വേണ്ടി ആ ഓഫീസിലുള്ള ആളുകൾ പരമാവധി ശ്രമിച്ചു. അദ്ദേഹത്തോട് പറയാ നാളെ വരാൻ പറഞ്ഞാൽ ഇദ്ദേഹം ചോദിച്ചു എപ്പം വരണമെന്ന് ചോദിച്ചു. അപ്പം പറയും ഒരു 10 മണിയാകുമ്പോൾ പോലെ ഓഫീസിലോട്ട്. കൃത്യം 10 മണിയാകുമ്പോൾ അദ്ദേഹം ഓഫീസിൽ. ഞാൻ പറയും ഒന്ന് ഭയങ്കര നിരക്കൊക്കെ ഇട്ട് നാളെ വരാൻ പറയും. ഇവന്മാരിത് അല്പം പൈസ വാങ്ങാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. ഇദ്ദേഹം അതുപോലെ നാളെ ചെയ്യും, പിന്നെയും ചെയ്യും. ഇങ്ങനെ 2 ആഴ്ചകളോളം ഈ മനുഷ്യനെ നടത്തി. 2 ആഴ്ച കൃത്യമായിട്ട് അവർ പറയുന്ന സമയത്ത് ഇദ്ദേഹം അവിടെ ഹാജരാകും. അതാണ് അവർക്ക് മനസ്സിലായി ഒന്നും കിട്ടുകയായിരുന്നു. ഇദ്ദേഹം നിങ്ങൾ ആവശ്യപ്പെടുന്ന പേപ്പറുകളൊക്കെ എന്തെങ്കിലും നിങ്ങളിത് ചെയ്തു തന്നേ പറ്റൂ, നിങ്ങളത് ചെയ്തു തരണം, എനിക്കിത് ആവശ്യമാണ്, ഇത്രയും ഇദ്ദേഹം പറയാം. അവസാനം ഇദ്ദേഹത്തിന്റെ പേര് പറഞ്ഞാൽ തന്നെ ഒരു കാര്യം ആ ഓഫീസിൽ ചെയ്തു കൊടുക്കുമായിരുന്നു എന്നാണ് എന്നോട് പറഞ്ഞത്. ഇന്നയാൾ പറഞ്ഞു വിട്ടതെന്ന് പറഞ്ഞേച്ചാൽ മതി, അവർക്ക് ആർക്കും ഒരു പൈസയും വേണ്ട, നാളെയൊന്നും പറയുകയില്ല, ചെയ്തു കൊടുക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു വന്നതിന്റെ സ്ഥാനം ഈ ലോകത്തിന്റെ വ്യവസ്ഥിതികൾ, ഈ ലോകത്തിന്റെ വഴികൾ. അദ്ദേഹത്തിന് ഒരു പ്രസിദ്ധി ഉണ്ടായി. ഒരിക്കൽ ഒരു സുവിശേഷ വിരോധികളായ ആളുകൾ അദ്ദേഹത്തിന്റെ സുവിശേഷ പ്രവർത്തനത്തിന് തടസ്സമായിരുന്നു. അതറിഞ്ഞുകൊണ്ട്
ഒരു സമൂഹത്തിൻ്റെ ഉയർന്ന നേതാവ്, അദ്ദേഹം പറഞ്ഞു, ഇന്നയാളാണെങ്കിൽ നിങ്ങൾ അവിടുന്ന് ഓടി മാറിക്കോണമെന്ന് പറഞ്ഞ് സുവിശേഷ വിരോധ സംഘടനയുടെ ഒരു ഉയർന്ന നേതാവ് വിളിച്ച് അദ്ദേഹത്തിന് സംരക്ഷണം കൊടുത്തു എന്നാണ് എന്നോട് ഒരാൾ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം, അദ്ദേഹം കർത്താവിനെ സ്നേഹിച്ച് വിശ്വസ്തമായി ജീവിച്ച ആ ജീവിതം അത് മറ്റുള്ളവരിൽ സ്വാധീനം ചെലുത്തി. പിശാചിന്റെ തന്ത്രങ്ങൾക്ക് നമ്മൾ വിധേയപ്പെട്ടാലോ പിന്നീട് ആ വിധേയത്വത്തിൽ നമ്മൾ തുടരുമെന്നുള്ളതാണ് സാരം. അപ്പോൾ ഇതിനെ നമ്മൾ തിരിച്ചറിഞ്ഞ് യുദ്ധം ചെയ്യണം എന്നാണ് അർത്ഥം. പലപ്പോഴും നമ്മൾ യുദ്ധം ചെയ്യുന്നത് മനുഷ്യരോടായി പോകാറുണ്ടോ എന്നെനിക്കറിയില്ല. തത്വത്തിൽ ഒരുവൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മാനസാന്തരപ്പെടാൻ അവസരമുണ്ട്. നമ്മൾ പറയുമ്പോൾ താങ്കൾ ചെയ്ത ഇന്ന കാര്യത്തോട് എനിക്ക് യോജിപ്പില്ല, താങ്കൾ പറഞ്ഞ ഇന്ന കാര്യം അതിനോട് എനിക്ക് യോജിപ്പില്ല, ഈ അർത്ഥത്തിലാണ് നമ്മൾ അതിനോട് പ്രതികരിക്കേണ്ടത്. അങ്ങനെ പിശാചിന്റെ തന്ത്രങ്ങളെ നാം തിരിച്ചറിയണം. വാഴ്ചകളുണ്ട്, അധികാരങ്ങളുണ്ട്, അതുപോലെ തന്നെ അന്ധകാരത്തിന്റെ ലോകാധിപതികളുണ്ട്, സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയുമുണ്ട്. എന്നാൽ യേശുക്രിസ്തുവിലൂടെ ഇതിന്റെ മേലെല്ലാം നമുക്ക് പൂർണ്ണ ജയമുണ്ടാവുകയാണ്. രാജ്യം പിതാവായ ദൈവം പുത്രനെ ഏൽപ്പിക്കുമ്പോൾ അതിനു മുമ്പ് തന്നെ പിശാചിനെയും അവരുടെ ദൂതന്മാരെയും നിത്യാഗ്നിയിലേക്ക് തള്ളിക്കളയും. പിന്നീട് ഇവിടെ പാപമില്ല, പിശാചില്ല, ദൈവിക ഭരണത്തിന് കീഴിൽ നാം പൂർണ്ണമായിട്ടായിരിക്കും. ഇതുവരെ ദൈവിക ഭരണം ഇവിടെ വന്നിട്ടില്ല. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഉണ്ടാകണമെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ എനിക്ക് ആഗ്രഹമുണ്ട്. യേശുക്രിസ്തുവിന്റെ മടങ്ങിൽ സംഭവിക്കണമെന്ന് ആ ചിന്തയോടും ആ പ്രതീക്ഷയോടും കൂടെ പിശാചിനോട് നമുക്ക് യുദ്ധം ചെയ്യാം. കർത്താവിന്റെ വരവ് താമസമുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ആത്മീയ യുദ്ധത്തിന് നാം ഉപയോഗിക്കുന്ന ആയുധങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഇന്ന് പറഞ്ഞ ചിന്തകൾ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ മറുപടി പറയാം.